ാത്തവരാണ് നമ്മള്. ഇപ്പൊ നമ്മള് സപ്താഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ചിന്തിക്കും. ഇപ്പൊ ഇവിടെ സപ്താഹ ആചാര്യൻ അദ്ദേഹം വളരെ വലിയ ആളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഒരു പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഭാഗവത മാഹാത്മ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കാണും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സപ്താഹം ഉണ്ടായത്, എന്തുകൊണ്ടാണ് സപ്താഹം ഇങ്ങനെ നടത്തുന്നത് എന്നൊക്കെ പറയുമ്പം ഒരു ദുന്ദുകാരിയുടെ കഥ പറഞ്ഞു കാണും. ദുന്ദുകാരിയുടെ പ്രേതാത്മാവിന് മോക്ഷം കിട്ടാതെ വന്നപ്പം അദ്ദേഹത്തിന്റെ സഹോദരനായ ഗോകർണൻ അദ്ദേഹം ഗയാശ്രാദ്ധമൊക്കെ ചെയ്തിട്ടും ഈ ആത്മാവിന് മോക്ഷം കിട്ടാതെ വന്നപ്പം ഭാഗവതം വായിച്ചു കേൾപ്പിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ഒരു സപ്താഹം 7 ദിവസത്തെ ഭാഗവത പാരായണം നടത്തിയത്രേ. അപ്പൊ ആ ഭാഗവത പാരായണം സപ്താഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ പാരായണം നടത്തുമ്പോൾ നാട്ടിലുള്ള ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പൊ അങ്ങനെ അവിടെ പന്തലിന് വേണ്ടിയിട്ടൊരു മുളംകുറ്റി എന്താ പറയുക തൂൺ അങ്ങനെ സ്ഥാപിച്ചപ്പം ഈ ആളുകളുടെ ഇടയിൽ ഇരിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഈ പ്രേതാത്മാവ് മുളംകുറ്റിയുടെ ഏറ്റവും താഴത്തെ ആ രന്ധ്രത്തിൽ ഇരുന്നു. 1ാമത്തെ ദിവസത്തെ പാരായണം കഴിഞ്ഞപ്പോഴ് ഈ പ്രേതാത്മാവ് ആ 1ാമത്തെ രന്ധ്രം പൊട്ടിച്ചു മേലെ വന്നു. അങ്ങനെ 2ഉം 3ഉം 7 ദിവസം കഴിഞ്ഞപ്പോഴ് 7 രന്ധ്രങ്ങളും പൊട്ടിച്ചത് വെളിയിൽ വന്ന് അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ രഥത്തിലേറിയത് വൈകുണ്ഠലോകം പ്രാപിച്ചു. അങ്ങനെയാണ് സപ്താഹം ഉണ്ടായതെന്ന് സപ്താഹത്തിന്റെ കഥ പറയുന്നു. അപ്പൊ അവിടെ കൂടിയിരുന്ന മറ്റാർക്കും ഈ മോക്ഷം ലഭിച്ചില്ല. അപ്പൊ അവര് ചോദിച്ചു, എന്റെ ഈ ആത്മാവിന് മാത്രം മോക്ഷം ലഭിച്ചുള്ളൂ, ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ചോദിച്ചപ്പം ഗോകർണൻ പറഞ്ഞു, നിങ്ങൾ ആരും ഇതിന് ശ്രദ്ധിച്ചില്ല. ആ പ്രേതാത്മാവ് മാത്രം അതിന് മോക്ഷം കിട്ടണമെന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് ശ്രദ്ധിച്ചത്, അതുകൊണ്ടാണ് അതിന് മാത്രം ഈ മോക്ഷം കിട്ടിയതെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സപ്താഹം കൂടെ നടത്തി അവിടെ ഇരുന്നവർക്കെല്ലാം മോക്ഷം വാങ്ങിച്ചു കൊടുത്തു എന്ന് ഭാഗവതം പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കരുതും ഇന്ന് കലഞ്ഞൂർ മഹാദേവന്റെ നടയില് ഞാൻ ആദ്യ ദിവസം തന്നെ പോയിരിക്കുകയാണ്, എന്നിട്ട് 7 ദിവസം കഴിയുമ്പം ഇവിടെ ഒരു രഥമെത്തും, ആ രഥത്തിൽ കയറി നമുക്കും പോകാം എന്ന് വിചാരിച്ചാൽ തെറ്റി. രഥവും വരില്ല, നമ്മൾ പോവുകയും ചെയ്യില്ല. അപ്പൊ നിങ്ങൾ കരുതും ഇതെന്തൊരു അസംബന്ധമായി പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് സപ്താഹം നടത്തുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇവിടെ വായിക്കുന്നത് മോശമാണോ? ഇവിടുത്തെ സപ്താഹാചാര്യൻ മോശമല്ല, പാരായണക്കാരും മോശമല്ല, ക്ഷേത്രം മോശമല്ല, അന്തരീക്ഷം മോശമല്ല, പക്ഷേ നമ്മുടെ മനസ്സ് മാത്രം ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മൾ ഒരുപാട് ജോലി തിരക്കുകളുള്ള ആളുകളാണ് ഹിന്ദുക്കൾ. അപ്പൊ ഈ ജോലി തിരക്കുകൾക്കിടയിൽ ആരൊക്കെയോ ഭയന്നിട്ട് അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്ന് കരുതിയിട്ട് കുറച്ചു സമയം വന്നിരുന്നിട്ട് പോകാം എന്ന് കരുതിയ നമ്മൾ ഇവിടേക്ക് വരുന്നത്. നമ്മൾ ഇവിടേക്ക് വരുമ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഒരു പുതിയ ചെരുപ്പാ നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ചെരുപ്പ് അങ്ങ് ആ സ്റ്റെപ്പിന് താഴെ ഊരി ഇട്ടിട്ട് ഇവിടെ വന്നിരുന്ന എല്ലാ പരിപാടികളും നടത്തുമ്പം നമ്മുടെ മനസ്സിൽ ആ ചെരുപ്പ് മാത്രമായിരിക്കും. ആ ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോയാലോ ഭഗവാൻ അവിടെ സ്ഥാനമേ ഉണ്ടാകില്ല. അതുമല്ലെങ്കിൽ വീട്ടില് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ആചാര്യന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, 4 ദിവസം അടുപ്പിച്ചു പോയാൽ വീട്ടിൽ ചോദിക്കും ആരെ കാണാൻ പോവാണ് എന്ന് ചോദിക്കും എന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോ ഞാൻ കണ്ടു. അപ്പൊ ചിലര് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും കയറി ചെല്ലുമ്പോൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ മൊത്തം ഇനി അങ്ങോട്ട് ചെന്നാൽ എന്താവും അവസ്ഥ, അതായിരിക്കും ചിലരുടെ മനസ്സിൽ. മറ്റു ചിലരുടെ മനസ്സിൽ സാധാരണ നമ്മളെ പോലെയൊക്കെ സീരിയലായിരിക്കും. മറ്റു പലർക്കും വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഇന്ന് ചപ്പാത്തിയാണ്, അതിന് എന്താ കറി വെക്കേണ്ടതെന്നൊക്കെയുള്ള ചിന്ത. എന്തായാലും ബഹുവിധ ചിന്ത കൊണ്ട് ഭഗവാനായ ഏഴൈവക്കത്ത് വരാത്തത് കൊണ്ട് മോക്ഷം കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സപ്താഹപ്പന്തലിൽ വന്നിരുന്നത് കൊണ്ടായില്ല, ഭക്തിയുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സെന്ന് പറയുന്ന സംവിധാനം ശ്രീകോവിലായില്ല എങ്കിൽ ഈ പറയുന്നതൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എന്റെ വിഷയം ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഈ നവകേരളം എന്നൊക്കെയുള്ള കാര്യങ്ങള്, നവോത്ഥാനം, അതൊക്കെ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പണ്ട് കുറച്ച് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കുറെ അധികം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി എന്തിനാണ് ഈ ഒരു ആധ്യാത്മികത കൊണ്ടുവന്ന് കുത്തിത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം
വരാം. അത് സ്വാഭാവികമാണ്. നമുക്കറിയാം നവോത്ഥാനം, പണ്ട് നവോത്ഥാന ചരിത്രം സൃഷ്ടിച്ച മഹാത്മാ അയ്യൻകാളിയും പണ്ഡിറ്റ് കറുപ്പനും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമി തിരുവടികളും അടക്കമുള്ള മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്നു നിന്ന് പ്രവർത്തിച്ച് ഇവിടുത്തെ സാമൂഹിക ഉച്ചനീചത്വങ്ങൾ അകറ്റി ഇവിടെ നവോത്ഥാനം സൃഷ്ടിച്ച മഹാരഥന്മാരുടെ ഈ നാട്ടിൽ ഇപ്പോഴും നവോത്ഥാനം നടക്കുകയാണ്. പക്ഷേ നവോത്ഥാനത്തിന് മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചിന്തയിലേക്ക് പോകുന്നത് നവകേരള സൃഷ്ടി ആവശ്യമാണ്. എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും മാറി, അന്ധവിശ്വാസങ്ങളും മാറി ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും നമ്മൾ മുമ്പോട്ട് കുതിക്കണം, പുറകോട്ടല്ല, മുമ്പോട്ട് കുതിക്കണം. ആ കുതിക്കയ്ക്ക് പല അനിവാര്യ ഘടകങ്ങളും ആവശ്യമാണ്. അപ്പൊ അവിടെ നവോത്ഥാനം വരുമ്പം അവിടെ ഒരു ചോദ്യം ഉയർന്നു വരാറുണ്ട്. മതം എന്തിനാണ്? മതവും ഈശ്വരന്മാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് പണം തട്ടാനുള്ള മാർഗമാണെന്നാണ് ചില ആളുകളുടെയെങ്കിലും വിശ്വാസം. അവരത് പറഞ്ഞു പരത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടു. നമുക്കറിയാം ഒരുപാട് വീഡിയോസ് ഇപ്പൊ ചെറുപ്പക്കാര് ഭജൻസ് ആയിട്ട് മുന്നേറുന്നുണ്ട്. നന്ദഗോപൻ ഭജൻസ് പോലെയുള്ള ഒരുപാട് ടീം അങ്ങനെ വരുന്നുണ്ട്. നമ്മളെ മനസ്സിനെ ഇങ്ങനെ ആനന്ദ ലഹരിയിൽ ആറാടിക്കുന്ന, ഭക്തി നിർഭരമാക്കുന്ന നല്ല ഒന്നാന്തരം ഭജൻസ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചക്കിടയിൽ കണ്ടു, ഇതെന്തോ അജണ്ടയുടെ ഭാഗമാണ് അത്രയും. ചെറുപ്പക്കാരെല്ലാം ഈ ഹിന്ദു ഭജൻസുമായിട്ട് വരുന്നത് എന്തൊക്കെയോ അജണ്ടയുടെ ഭാഗമാണ്, സൂക്ഷിക്കണം. നോക്കിക്കേ, അവരുടെ കയ്യിൽ വാളില്ല, പരിചയമില്ല, യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ ഒന്നുമില്ല. പക്ഷേ അവര് ദൈവത്തെ വിളിക്കുന്നതും അവർ ഭഗവാനെ വിളിക്കുന്നത് കേട്ട് അവിടേക്ക് ശലഭങ്ങൾ, അതായത് അഗ്നികണ്ഠ ശലഭങ്ങളെ പോലെ ആളുകൾ ഇങ്ങനെ അടുക്കുന്നതും കാണുമ്പോൾ ആർക്കാ ഭയം? ആർക്കാണ് ഭയം? ആ ഭയമാണ് ഇന്ന് ഹിന്ദു നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ മതം എന്തിനാണ്? മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് പണം തട്ടാനുള്ള സാധനമാണ്. അതുകൊണ്ട് ഇവിടെ ക്ഷേത്രങ്ങൾ പാടില്ല, ആരാധന പാടില്ല, ഒന്നും പാടില്ല എന്നിങ്ങനെ ഒരു കൂട്ടം ആളുകൾ നവോത്ഥാനം, അതിൽ വഴി ഒരു നവോത്ഥാനം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ നവോത്ഥാനം ചുരുങ്ങി 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 ഇന്ന് ഹിന്ദുവിന്റെ മേലെ മാത്രം ആയിരിക്കുന്നു. ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പം അത് ഹിന്ദു ആധ്യാത്മികതയിലൂടെ മാത്രമെന്ന് നിങ്ങൾ കരുതരുത്. എല്ലാത്തരം ആധ്യാത്മികതയും ഇവിടെ വേണം. ഇവിടെ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം, അതേപോലെ ക്രിസ്ത്യാനിയുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് ഹിന്ദുവിന്റെ മതവിശ്വാസങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ ഈ ഒരു ചോദ്യം ചുരുങ്ങി 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 ഹിന്ദു മത തത്വങ്ങളുടെ മേലെ മാത്രമായിരിക്കുന്നു. ഹിന്ദുവാകട്ടെ താൻ പുരോഗമനവാദിയാണെന്ന് നടിക്കുക മാത്രമല്ല, എനിക്കത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഞാൻ പുരോഗമനവാദിയാണെന്ന് ഞാൻ ചിന്തിച്ചാൽ പോരാ, എനിക്ക് നാട്ടിലുള്ളവരെ എല്ലാം ഞാൻ ബോധ്യപ്പെടുത്തണം ഞാൻ ഒരു പുരോഗമനവാദിയാണ്. അതിനെന്താ മാർഗമെന്ന് ചിന്തിച്ചു നടക്കുക ഹിന്ദു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഹിന്ദു ചെയ്യുന്നത് താൻ പുരോഗമനവാദിയാണെന്ന് സൃഷ്ടിച്ചെടുക്കാൻ, സ്ഥാപിച്ചെടുക്കാനായിട്ട് ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും തള്ളിപ്പറയുക. അതേപോലെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുക. എനിക്ക് ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും ഞാൻ പള്ളിയിൽ പോകും, അവരുടെ എല്ലാ ആരാധനാലയങ്ങളിലും ഞാൻ പങ്കെടുക്കും. പക്ഷെ ഹിന്ദുത്വം അന്ധവിശ്വാസമാണ്. കാരണം എന്താ? ഞാൻ പുരോഗമനവാദിയാണ്. ഞാൻ പുരോഗമനവാദി ആയതുകൊണ്ട് ഞാനൊരു കവിയോ ഒരു എന്താ പറയുക ചിത്രകാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലിസ്റ്റോ ഒക്കെ ആണെങ്കിൽ പുരോഗമനവാദിയായ ഹിന്ദുവായ ഞാൻ എന്തു ചിന്തിക്കും? എനിക്കൊരു അവാർഡ് തരപ്പെടണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ഇതേപോലെ ഒരു വേദി എനിക്ക് കിട്ടിയാൽ അവിടെ കയറി ഞാൻ 10 വാക്ക് സംസാരിക്കുമ്പം 9 ഹൈന്ദവ വിരുദ്ധമാവണം. ഹൈന്ദവ വിരുദ്ധമായാൽ പോരാ, ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കും പോലെ മറ്റു മതക്കാരെ കിളത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവരുടെ ആ സവിശേഷതകൾ പറയണം. കിട്ടുന്ന സന്ദർഭത്തില് ദേവി ദേവന്മാരെ അടച്ചാക്ഷേപിക്കണം. അത് തന്നെ പോരാ, ഞാൻ എഴുതുന്ന സാധനം ഉണ്ടല്ലോ അതൊന്നാന്തരം പച്ചത്തെറിയാകണം.
നല്ല ഒന്നാന്തരം പച്ചത്തെറയിൽ ഒരു പൈങ്കിളി അങ്ങോട്ട് കാച്ചിവെച്ച് ഇതേപോലെ ഒരു സ്റ്റേജിൽ അങ്ങോട്ട് കയറി നിന്ന് 10 ഹിന്ദു വിരുദ്ധത പറഞ്ഞാൽ നാളെ ഇരിക്കും എന്റെ അലമാരയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. ആ തരത്തിലേക്ക് സാഹിത്യ നായകന്മാരെ അധപ്പതിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മതം എന്തിനെ എന്നുള്ള ഒരു ചോദ്യത്തിനെ നമ്മൾ നേരിടേണ്ടത്. പണ്ട് നമ്മള് സാംസ്കാരിക നായകന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാര് അവർ നമുക്ക് തന്നെ സംഭാവനകളാണ്. ഹിന്ദുവിന്റെ വിശിഷ്ടങ്ങളായ ആയിരത്തിലധികം വരുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ സാംസ്കാരിക നായകന്മാർ നമുക്ക് തന്നതാ. എന്തിനാണ്? ഇത് പഠിച്ച് മാനസിക പരിവർത്തനം നടത്തി നിങ്ങളുടെ കുടുംബത്തെ നന്നായിട്ട് നയിക്കെന്ന് പറഞ്ഞ് കഥകളും കവിതകളും ഒക്കെ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ രൂപത്തിൽ എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ തന്നു. നമ്മളതൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു. ചെറിയ നാളെന്ന് മുതലേ പഠിച്ചു വന്നതുകൊണ്ട് നമുക്ക് കൃഷ്ണനും രാമനും രാധയും ഒക്കെ നമ്മുടെ മനസ്സിലങ്ങനെ കളിയാടി വന്നു. മനസ്സ് നല്ല നൈർമല്യമുള്ളതായിട്ട് തീർന്നു. പക്ഷെ ഇന്ന് അവയൊക്കെ പടിയടച്ച് പിണ്ണം വെച്ചിട്ട് ഇത്തരത്തിലുള്ള തെറികൾ പാഠ്യവിഷയമാക്കുന്നു എന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു നവോത്ഥാനം. ഇതാണോ കേരളത്തിന്റെ നവോത്ഥാനമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതാണോ നമുക്ക് ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. പണ്ടൊക്കെ കള്ളു കുടിച്ചിട്ട് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും മാമന്മാര് വന്നിട്ട് വീട്ടില് വഴക്കുണ്ടാക്കുമ്പോ 1-2 ചീത്ത പറഞ്ഞാല് അമ്മമാരൊക്കെ എന്താ ചെയ്യുക? മക്കളെ പിടിച്ചു വലിച്ച് കഥ കടയ്ക്കും, കേക്കണ്ട എന്ന് പറഞ്ഞ്. ഇന്നത്തെ സ്ഥിതി എന്താ? നല്ല ഒന്നാന്തരം ഗാർഡനും വേടനും ഒക്കെ അവരുടെ പുസ്തകങ്ങള് പാഠ്യവിഷയമാക്കി മുമ്പോട്ട് കൊണ്ടു തന്നിട്ട് പറയുന്നു, ഇനി ഇപ്പൊ തെറി പഠിക്കാനുള്ള ട്യൂഷൻ വിടേണ്ടി വരും നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മളത് അഭ്യസിക്കണം. ആ തരത്തിലേക്ക് നാട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ആ അധപ്പതനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ മുക്കും മൂലയും ആ ഒരു അതിപ്രസരം വന്ന് നമ്മുടെ യുവതലമുറ, നമ്മുടേത് മാത്രം ആയിട്ടുള്ള തലമുറ ഇതിലങ്ങനെ അകപ്പെട്ടു പോവുക. കാരണം സ്വത്വബോധം ഇല്ലാത്തത് കൊണ്ട്. ഒരു മനുഷ്യരും ഒരു മതത്തിലെ അംഗമായിട്ടല്ല ജനിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പം അവന്റെ അച്ഛനമ്മമാര് ക്രിസ്ത്യാനി ആണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാകും, അവന്റെ അച്ഛനമ്മമാര് ഹിന്ദു ആണെങ്കിൽ അവൻ ഹിന്ദുവാകും, അവന്റെ അച്ഛനമ്മമാര് ഇസ്ലാം ആണെങ്കിൽ അവൻ ഇസ്ലാമാകും. ഒരു കുഞ്ഞ്, അതായത് നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, പ്രാർത്ഥിച്ചുണ്ടാകണം മക്കള്, ആഗ്രഹിച്ചുണ്ടാകണം. പ്രാർത്ഥനയിലൂടെ ജനിക്കുന്നവനാണ് ശ്രേഷ്ഠൻ, ആര്യൻ എന്ന് പറയുന്നത്. അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയുന്ന ജന്മങ്ങളാണ് വന്നിട്ട് ഈ അബദ്ധം കാണിക്കുന്നതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രാർത്ഥനയാകണം ആ കുഞ്ഞിന്റെ ജനനം. അവര് ആഗ്രഹിച്ച് ഒരു കുഞ്ഞ് തന്റെ ഗൃഹത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആചാര്യന്മാര് പറയുന്നൊരു കാര്യം, നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിട്ടുള്ള ഒരു ആത്മാവിനെ ഈ ഇഹത്തിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് അമ്മ ചെയ്യുന്നത്. അതൊരു വലിയ ശക്തിയാണ്. ഈശ്വരന്റെ 33 സവിശേഷ ഗുണങ്ങളുമായിട്ടാണ് ഒരു ആത്മാവ് ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നത്. അതൊരു പക്ഷേ ഈ ഭൂമിയുടെ സർവനാശത്തിനാകാം, ഒരു പക്ഷേ ഈ ഭൂമിയുടെ സർവരക്ഷയ്ക്കുമാകാം. രണ്ടിലേതെങ്കിലും ഒന്നാണ്, തീർച്ചയാണ്. അത്ര അധികം വലിയൊരു ശക്തിയെയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ശക്തി പുഞ്ചത്തെ പ്രസവിക്കുക എന്ന് പറയുന്ന മഹത്തായ കർമ്മമാണ് അമ്മ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ സ്ത്രീകൾ പൂജനീയകളായിട്ട് മാറിയത്. പൂജിക്കപ്പെടേണ്ടവളാണ് അമ്മ. അമ്മയ്ക്ക് ഭഗവാന്റെ അതേ സ്ഥാനം ഭാരതീയ പരമ്പര നൽകിയത്. ഇത്ര വലിയൊരു ജോലി, ഇത്ര വലിയൊരു കർത്തവ്യം, തന്റെ ജീവനെ പണയം വെച്ച് ഈ വലിയ ഒരു ശക്തി പുഞ്ചത്തെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന മഹത്തായ കർത്തവ്യം ചെയ്യുന്നവളാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീ ആദരിക്കപ്പെടണം എന്ന നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. ആലോചിച്ചു നോക്കൂ, ഇത്ര വലിയൊരു ശക്തിയെ പ്രസവിക്കുന്ന നമ്മുടെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട്, ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന ഒരു പുരുഷൻ ഒന്നും അനുഭവിച്ചാൽ, ഒരു നിമിഷം അനുഭവിച്ചാൽ മരിച്ചു പോകുമത്രേ, അയാൾക്ക് താങ്ങാൻ പറ്റില്ലാത്രേ. ഒരു പുരുഷന് ഈ സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദനയുടെ ഒരു അംശം പോലും താങ്ങാൻ പറ്റില്ല. അപ്പൊ പ്രകൃതി അവൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷതയാണ് ഈ സഹനം, അല്ലെങ്കിൽ എന്തും താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ അമ്മയാണ് ആദ്യത്തെ ഗുരു എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാ, എങ്ങനെയാ അമ്മ ഗുരുവാകുക? അമ്മ ഗുരുവാകുന്നത്
പ്രസവിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അങ്ങനെ കിടക്കുമ്പോ 1-2 മിനിറ്റേ ആകൂ. അപ്പൊ അവിടേക്ക് ഭർത്താവ് വരും, കുഞ്ഞിന്റെ അച്ഛൻ വരും. കുഞ്ഞിന്റെ അച്ഛൻ ഈ കുഞ്ഞിനെ ഒന്ന് കാണാനാകിട്ട് ആറ്റുനോട്ട് ആ മുഖം ഒന്ന് കാണാനാകിട്ട് വരുമ്പം അങ്ങനെ ക്ഷീണിച്ച സ്വരത്തില് കണ്ണുപോലും വിരിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞിനോട് ഈ നിൽക്കുന്നത് അച്ഛനാണോ അമ്മയാണോ മനുഷ്യനാണോ മൃഗമാണോ എന്നറിയാൻ വയ്യാത്ത കുഞ്ഞിനെ നോക്കിയിട്ട് അമ്മ പറയും, ദേ അച്ഛൻ, അച്ഛാന്ന് വിളിക്കുമോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയും. ഈ കിടക്കുന്ന ആക്ക് അച്ഛനാണെന്ന് പറയില്ല, ഇതൊരു മനുഷ്യനാണെന്നും അറിയില്ല. പക്ഷെ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും, ദേ അച്ഛൻ, അച്ഛാന്ന് വിളിക്ക് എന്ന് പറയും. പറഞ്ഞ് അതങ്ങനെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അങ്ങനെ ഉറയ്ക്കും. കുഞ്ഞ് ചാടി എണീച്ച് DNA ടെസ്റ്റ് ഒന്നും നടത്താൻ പോവില്ല. ഞാൻ നടത്തിയിട്ട് വന്നിട്ട് മതി അത് അച്ഛനാണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് കുഞ്ഞ് പറയില്ല. എന്താ കാര്യം? കുഞ്ഞിന് വിശ്വാസമാണ് അമ്മയെ. ഒരമ്മയെ മക്കൾക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അമ്മ പറയുന്നത് എന്തും മക്കള് ചെറിയ നാളെന്ന് കേൾക്കും. അതുകൊണ്ട് അമ്മയാണ് ഗുരു. അമ്മ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് അച്ഛനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. രണ്ടാമത് അമ്മ പ്രപഞ്ചത്തെ, ഈ മുഴുവൻ പ്രകൃതിയെയും അമ്മ പരിചയപ്പെടുത്തും തന്റെ കുഞ്ഞിന്. കുഞ്ഞിനെ കാക്കയെ കാണിച്ചു കൊടുക്കും, പൂച്ചയെ കാണിച്ചു കൊടുക്കും, പട്ടിയെ കാണിച്ചു കൊടുക്കും, അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തങ്ങനെ മുണ്ണാനാകിട്ട് പ്രകൃതിയെ, കാക്കയെ, പൂച്ചയെ, പട്ടിയെ, പൂവിനെ, പുല്ലിനെ ഒക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കുഞ്ഞ് പ്രകൃതിയുമായിട്ടും അങ്ങനെ നന്നാകിട്ട് ഇണങ്ങി ഇതൊക്കെ ഇതാണ് ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ, മാമൻ, ഇതൊക്കെ കുഞ്ഞങ്ങനെ പഠിച്ചു വരും. ആ അമ്മ തീരുമാനിക്കും എന്റെ കുഞ്ഞിന് എന്ത് ഭക്ഷണം കൊടുക്കണം, എന്റെ കുഞ്ഞിന് ഏത് ഭക്ഷണം കൊടുത്താലാണ് അവന്റെ ശരീരം പുഷ്ടിപ്പെടുക എന്ന് അമ്മ തീരുമാനിച്ച് അമ്മയുടെ തീരുമാനം അനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. പിന്നെയോ എന്റെ കുഞ്ഞിന് ചേരുന്ന ഡ്രസ്സ് ഞാൻ നിശ്ചയിക്കും. കാരണം കുഞ്ഞ് പറയത്തില്ല എനിക്ക് ഇന്നത് വേണമെന്ന്, മറിച്ച് കുഞ്ഞിന് ചേരുന്ന ഡ്രസ്സ് ഏതാണെന്ന് ഞാൻ നിശ്ചയിക്കും. എന്റെ കുഞ്ഞിനെ കാണാൻ എങ്ങനെയാണോ ഭംഗി, ഞാൻ അത്തരത്തിലുള്ള ഡ്രസ്സ് എന്റെ കുഞ്ഞിന് കൊടുക്കും. അതേപോലെ എന്റെ കുഞ്ഞിന് ഏറ്റവും ബെറ്റർ നോക്കി ഏറ്റവും നല്ലത് മാത്രം ചെയ്തു കൊടുക്കുന്ന, എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞ് എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കാൻ സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിന് അറിവ് ഉറയ്ക്കുന്ന സമയത്ത് ഈ അറിവിന്റെ പാതയിൽ നിന്നല്ലെങ്കിൽ അറിവിന്റെ കൈപിടിച്ചു നടക്കുന്ന അവന്റെ അമ്മ അല്ലെങ്കിൽ അവളുടെ അമ്മ എന്തുകൊണ്ടാണ് കൈവിട്ട് കളയുന്നത്? ആ കൈ അമ്മ അവന്റെ കയ്യിൽ നിന്നും വിട്ടു കഴിയുമ്പോൾ അവൻ എന്താ പറയുക, നൂല് പൊട്ടിയ പട്ടം പോലെ അങ്ങനെ പാറി നടക്കും. ഹിന്ദുവിന് മാത്രം ഒരു കുഴപ്പമായത്. ഞാൻ ആദ്യം പറഞ്ഞു, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞ് ക്രിസ്ത്യാനിയാകും, ഹിന്ദുവിന്റെ വീട്ടിൽ വളരുന്ന കുഞ്ഞ് ഹിന്ദുവാകും. അല്ലാതെ ആരും ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ആയിട്ട് വരുന്നതല്ല. വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് അവന്റെ ആധ്യാത്മിക മൂല്യങ്ങൾ പഠിച്ച് ക്രിസ്ത്യാനിയായിട്ട് മാറും. ഇസ്ലാമിന്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് അവന്റെ മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പഠിച്ച് അവൻ ഒരു നല്ല ഇസ്ലാമായിട്ട് മാറും. ഹിന്ദുവിന്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് തന്റെ ആധ്യാത്മിക ബോധം തെല്ലുമില്ലാതെ ഞാൻ ഈ പറഞ്ഞ നൂല് പൊട്ടിക്ക പട്ടം പോലെ ജന്തുവായി മാറും. മറ്റവരെല്ലാം അവരുടെ തരത്തിലുള്ള ആധ്യാത്മികതയിലേക്ക് കുതിക്കുമ്പം ഹിന്ദുവിന്റെ കുഞ്ഞു മാത്രം ജന്തുവായിട്ട് മാറും. ജന്തുവെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വിവേചന ശക്തി മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്ക് വിവേചന ശക്തി ഇല്ല. വിവേചന ശക്തി മനുഷ്യനുള്ളത് കൊണ്ടാണ് ഒളിക്കേണ്ടതും പാത്തു വെക്കേണ്ടതുമായിട്ടൊക്കെയുള്ള മറക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ മറച്ച് ജീവിക്കുന്നത്. ഈ മൃഗങ്ങൾക്ക് വിവേചന ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവര് തെരുവിൽ എന്തും കാണിക്കും. പക്ഷേ ഇന്ന് മനുഷ്യന്റെ കുഞ്ഞുങ്ങള് മൃഗങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ എന്തും കാണിക്കും എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത മാറ്റിവെച്ച നവോത്ഥാനം, ആ നവോത്ഥാനം വരുന്നത് കൊണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിലേക്കുള്ള കുതിപ്പ് അതാണ്. സഭ്യം അസഭ്യം എന്ന് പറയുന്ന രണ്ട് വാക്ക് ഇന്നില്ല. ശ്രീലം അശ്ലീലം ഇല്ല വാക്ക്. കാരണം എല്ലാം ആശാൻ പഠിപ്പിച്ച ക്ഷാത്രേ. നമ്മള് ചീത്ത വിളിക്കുന്ന കേൾക്കുമ്പോ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ഇതിൽ എവിടെയാ തെറ്റ്? ആശാൻ പഠിപ്പിക്കാത്ത അക്ഷരം എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന യുവതലമുറ. എവിടെയാ ഇതൊക്കെ തെറ്റുന്നത്? വീട്ടിൽ
വീട് നന്നായാൽ നാട് നന്നാകും എന്നാ പറയുന്നത്. നാട് നന്നാവണമെങ്കിൽ വീട് നന്നാകണം, വീട് നന്നാകണമെങ്കിൽ വീട്ടിലെ വ്യക്തികൾ നന്നാകണം. അതായത് ഭാരതത്തിന്റെ സങ്കല്പം അനുസരിച്ച് ഈ സമൂഹ വ്യവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിലെ ഘടകമാണ് കുടുംബം. ആ കുടുംബത്തിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മയാണ് ആ വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ വീടിന്റെ മഹാറാണി എന്ന് വേണം പറയാൻ. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, ഭർത്താവിന്റെ വീട്ടിലെ മഹാറാണിയാണ് സ്ത്രീ. മരുമകൾ ഭർത്താവിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, മറിച്ച് ഭർത്താവിന്റെ വീട്ടിലെ മഹാറാണിയാണ് സ്ത്രീ എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വേദങ്ങൾ പറയുന്നു, ഉത്തമയായ ഒരു നാരി കുടുംബം പരിപാലിക്കുന്നതും ഭഗവാൻ ഈ പ്രപഞ്ചം പരിപാലിക്കുന്നതും ഒരേപോലത്തെ കടമയാ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാ ഈ സ്ത്രീയും ഭഗവാനും ഒരുപോലെ ഉള്ള ജോലി ചെയ്യുന്നത്? ഒരു സ്ത്രീ തന്റെ വീട്ടിലുള്ള ആളുകളെ എല്ലാവരെയും പരിചരിച്ചത്, അതായത് ഭഗവാൻ എപ്രകാരമാണോ അനേകം ഗ്രഹങ്ങളെ ഒന്നും തമ്മിൽ കൂട്ടിയിടിക്കാതെ അതിനെല്ലാം നിശ്ചിതമായ സഞ്ചാര പരിധി നിശ്ചയിച്ച് ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിരിക്കുന്നത് പോലെ ഇവ തമ്മിൽ കൂട്ടിയിടിക്കാതെ സുബധങ്ങളിലൂടെ ഗ്രഹങ്ങളെ ചലിപ്പിക്കുന്ന ഭഗവാൻ ചെയ്യുന്ന അതേ കടമയാത്രേ ഒരു വീട്ടമ്മ ചെയ്യുന്നത്. തന്റെ വീട്ടിലുള്ള പല സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെ തമ്മിലടുപ്പിക്കാതെ വേണ്ടുന്നവരെ മാത്രം വീട്ടിലോട്ട് ആകർഷിച്ച് വേണ്ടാത്തവരെ അകറ്റിക്കളഞ്ഞ് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവരെ ഓരോരുത്തരുടെയും സുബധങ്ങളിലൂടെ സഞ്ചരിപ്പിക്കുന്ന ദേവതയാണ് സ്ത്രീ എന്ന് നമ്മുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അവിടെ ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളിയിട്ട് ഇതേപോലെയുള്ള നവോത്ഥാനം സൃഷ്ടിക്കുവാനായിട്ട് സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയ അശ്ലീലവും ആഭാസവുമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ആഭാസത്തിലും അശ്ലീലതയിലും പെട്ടുപോകുന്നത് ഹിന്ദു കുട്ടികൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ആ ഒരു പൊരുൾ. നമ്മുടെ നാശത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഒരിക്കലും മറ്റു മതക്കാരെയോ അയൽക്കാരനെയോ ഒന്നും കുറ്റപ്പെടുത്തരുത്. എന്റെ നാശത്തിന്റെ 100% ഉത്തരവാദി ഞാനാണ്. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ വഴി പിഴച്ചു പോകുന്നുവെങ്കിൽ അവരുടെ കൂട്ടുകാരെ കുറ്റം പറയുന്ന അമ്മമാരാ നമ്മള്. അവള് ശരിയാണ്, അവളുടെ കൂട്ടുകാര് ശരിയല്ല, അതുകൊണ്ട് കൂട്ടുകെട്ടിൽ പെട്ടുപോയി സകലമാന അമ്മമാരും പറയുന്നൊരു കാര്യമാണ്. അതേസമയം നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടിൽ പെട്ടിട്ടാണ് ആ മക്കൾ പോകുന്നതെന്ന് ചിന്തിക്കാൻ ആർക്കും സാധിക്കില്ല. ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യുമ്പം ഇത് തെറ്റാണ്, ഇത് ദോഷമാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മളെ കുഞ്ഞുനാളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്താലും അത് ഭഗവാൻ കാണുന്നുണ്ട്, തെറ്റ് ചെയ്താൽ അത് ഭഗവാൻ കാണുന്നുണ്ട്, ഭഗവാൻ കണ്ടാൽ ഭഗവാൻ ശിക്ഷിക്കും, അതുകൊണ്ട് തെറ്റ് ചെയ്യല്ലേ എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. ഇന്ന് ന്യൂജൻ അമ്മമാര് ആ തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്കേ മക്കളെ കൊണ്ടുവരില്ല. പണ്ടൊക്കെ എന്റെ കുഞ്ഞുനാളെന്ന് എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മുറ്റത്തൂടെ ഒരു ചെറിയ പുഴു മണ്ണിൽ കൂടെ എഴഞ്ഞു പോകും, ചുമന്ന കളറിൽ, ഏകദേശം ഒരു ചുമന്ന കളറിലുള്ള ഒരു പുഴു. ആ പുഴുവിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ എണ്ണമയമൊക്കെ പോലെ ഇരിക്കും. അങ്ങനത്തെ ആ പുഴുവിനെ ഞാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് മണ്ണിട്ട് മൂടും. ആ പുഴു ആ മണ്ണിനകത്ത് കൂടെ നുളച്ചത് പോകും. പക്ഷെ ഇത് കാണുമ്പം എന്റെ അമ്മ ഓടി വന്ന് പറയും, അങ്ങനെ ചെയ്യരുത്, ദോഷമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്താ ദോഷം എന്ന് ചോദിക്കുമ്പോ അമ്മ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ പുഴുവുണ്ടല്ലോ അത് ഈ പാർവതി ദേവിക്ക് കുളിക്കാൻ എണ്ണ കൊണ്ടുപോകുക. അപ്പൊ ആ പാർവതി ദേവിക്ക് കുളിക്കാൻ എണ്ണ കൊണ്ടുപോകുന്ന പുഴുവിനെ ഇങ്ങനെ ദ്രോഹിച്ചാൽ ദോഷമാണ്. ഈ എണ്ണ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇതിന്റെ ദേഹത്ത് ഇത്ര തിളക്കം, അങ്ങനെ മിനുങ്ങുന്ന, അത് എണ്ണ വീണുള്ള തിളക്കാത്രേ. അപ്പൊ നമ്മൾ ചോദിക്കും, ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന് ഈ പുഴുവിന് ഒരു പാത്രം കയ്യിൽ പിടിക്കാനുള്ള ശേഷിയുണ്ടോ? അപ്പൊ അമ്മ പറയും, ദേവിക്ക് കൊണ്ടുപോകാനല്ലേ, അപ്പൊ അതൊക്കെ പറ്റും എന്ന് പറയുമ്പോ പിന്നെ നമുക്ക് ഭയമാണ് ആ പുഴുവിനെ ഉപദ്രവിക്കാൻ. കുറച്ചും കൂടെ വളർന്നപ്പോ ഞാനൊരു കവിത പഠിച്ചു. എന്താണെന്നറിയാമോ? ഉണ്ണിയായിരുന്നപ്പോൾ കണ്ടു ഞാനൻ മുറ്റത്തെ മണ്ണിലൂടരിച്ചു പോം ഒരു പാഴ്പുഴുവിനെ എന്ന് പറഞ്ഞൊരു കവിത. അതിൽ കവി പറയുന്നുണ്ട്, ഞാൻ ചെയ്ത അതേ സ്വഭാവം ആ പുഴുവിനെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പം അദ്ദേഹത്തിന്റെ അമ്മ പറയത്രേ, ദ്രോഹിച്ചിടരുതപ്പൂ
പാവമപ്പുഴുവിനെ ചിറ്റൂരപ്പനാടുവാനെണ്ണ കൊണ്ടുപോം പുഴുവല്ലോ. കാലദേശങ്ങൾക്കനുസരിച്ച് ഭഗവാന് മാത്രം മാറ്റം വന്നു. ഞങ്ങളുടെ നാട്ടിലത് പാർവതി ദേവിക്ക് എണ്ണ കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലത് ആ ചിറ്റൂരെ ഭഗവാന് എണ്ണ കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ ഒരു കവിത അതിൽ അദ്ദേഹം പറയുന്നു, ഇന്നു ഞാൻ ഓർക്കുന്നു ഏതോ നിസ്സാര ശലഭത്തിൻ ചെറുകുഞ്ഞാണാപ്പുഴു വെറും മൂഢഭാവനാപാത്രം. ഇന്ന് വളർന്നപ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏതോ ചെറിയ ശലഭത്തിന്റെ കുഞ്ഞാണത്, വെറും മൂഢമായിട്ടുള്ളൊരു കഥാപാത്രം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്കിലും പുഴുവിലല്ലേതു ജീവിയിലും ഇന്നെൻ കരം പരുഷമായി പതിയാൽ ഭാവിക്കുകിൽ ദ്രോഹിച്ചിടരുതപ്പൂ അമ്മ ചൊല്ലുന്നു ചിറ്റൂരപ്പനാടുവാനെണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. ഒരു മിത്താണത്. പക്ഷെ അത് കാലങ്ങൾ കഴിയുമ്പോഴും ഒരാളെ ദ്രോഹിക്കുവാനായിട്ട് കൈ ഉയർത്തുമ്പം ഉള്ളിൽ അമ്മ ഇരുന്ന് പറയുന്നു, ദ്രോഹിക്കല്ലേ ദ്രോഹിക്കല്ലേ, ഒന്നിനെയും ഉപദ്രവിക്കല്ലേ എന്നുള്ള അമ്മയുടെ ആ ഒരു എന്താ പറയുക മുന്നറിയിപ്പ്. പുല്ലിനെയല്ല പുഴുവിനെയല്ല എന്തിനെയായാലും ഒന്ന് ഉപദ്രവിക്കുവാനായിട്ട് കൈ ഉയരുമ്പോൾ അമ്മ മൺമറഞ്ഞു പോയെങ്കിലും ആ അമ്മ മനസ്സിൽ നിന്ന് ഉപദേശിക്കുന്നു, ദ്രോഹിക്കല്ലേ, ഒന്നിനെയും ദ്രോഹിക്കല്ലേ എന്ന് അമ്മ അങ്ങനെ മനസ്സിലിരുന്ന് പറയുന്നു. അങ്ങനെ മനസ്സിൽ ഇരുന്ന് പറഞ്ഞു തരുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ, അത്തരത്തിലൊരു കവിത പഠിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം സഹപാഠിയുടെയോ സഹപ്രവർത്തകന്റെയോ നെഞ്ചിലേക്ക് കഠാര കുത്തി ഇറക്കുവാൻ നമ്മുടെ മക്കൾക്ക് തോന്നുമോ? ചിന്തിക്കൂ. എന്തുകൊണ്ടാണ് ഈശ്വരീയ ഭാവം മനസ്സിലില്ലാതെ പോകുന്നതിന്റെ ഈ ഫലമാണത്. ആലോചിച്ചു നോക്കൂ. എന്താ ദേവനും അസുരനും എന്നൊക്കെ നമ്മൾ പറയും. 26 പരം ദൈവിക പ്രകൃതികൾ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവൻ ദൈവമാണ്. അതേപോലെ അഹങ്കാരവും ദമ്പും അതേപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആസുരിക പ്രവൃത്തി ഒരുവനിലുണ്ടെങ്കിൽ അവൻ അസുരനാണ്. 26ഓളം വരുന്ന ദൈവിക ഗുണങ്ങളില് ഒരു 6 ഗുണങ്ങൾ ആസുരികമായിട്ടുള്ള ഗുണങ്ങളായി പോയാൽ ഈ ആസുരിക ഗുണങ്ങളും ദൈവിക ഗുണങ്ങളും തമ്മിൽ അവന്റെ മനസ്സിലൊരു സംഘടന നടക്കും. ആ സംഘടന നടക്കുമ്പം അവന്റെ ഉള്ളിലെ ആസുരിക ഗുണങ്ങളെ അടിച്ചമർത്തിയ ദൈവിക ഗുണത്തിന് മുന്നേറി വരണമെങ്കിൽ അവന്റെ മനസ്സിൽ പ്രകാശം വേണം. ആ പ്രകാശമാണ് ഈശ്വരൻ. ആ അറിവാണ്, അനുകമ്പയാണ് ഈശ്വരൻ. അതാണ് ഭഗവാൻ. എന്താ അസുരൻ എന്ന് പറഞ്ഞാൽ? അസുവിൽ രമിക്കുന്നവനാണ് അസുരൻ. അസുവെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണും കാതും ഈ പറയുന്ന തൊക്കും നാക്കും മൂക്കും ഒക്കെ തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളിൽ രമിച്ചു കഴിയുന്നവനാണ് അസുരൻ. അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ വശംവദനാകിട്ട് എല്ലാ തോന്യാസങ്ങളും കാട്ടിക്കൂട്ടുന്നവനാണ് അസുരനെങ്കിൽ നമ്മൾ എല്ലാവരും അസുരന്മാരല്ലേ? ഹിരണ്യകശിപുവോ ഹിരണ്യാക്ഷനോ ഒക്കെ മാത്രമല്ല, നമ്മൾ എല്ലാവരും അസുരന്മാരാണ്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് ഒരു അസുരനുണ്ട്. പക്ഷേ ആ ദൈവികമായിട്ടുള്ള അറിവാകുന്ന ആ ഭാവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഈ അസുരനൊന്ന് തലപൊക്കുമ്പോ പറയും, നിക്കവിടെ നിക്ക്, ഇത് തെറ്റാണ് എന്ന് പറയും. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കും. പക്ഷേ ആസുരിക പ്രവൃത്തികൾ മൊത്തം മനസ്സിലുള്ളവന് ആ ദിവ്യപ്രകാശം അറിവാകുന്ന ഭഗവാൻ മനസ്സിൽ കാണാത്തത് കൊണ്ട് അവൻ അത് ചെയ്യും. അങ്ങനെയാണ് ഗോവിന്ദച്ചാമിമാര് സൃഷ്ടിക്കപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഗോവിന്ദച്ചാമിമാര് തന്നെയാ. നമ്മുടെ ഉള്ളിൽ ഒരു ഗോവിന്ദച്ചാമി ഉണ്ട്. പക്ഷേ ആ ഗോവിന്ദച്ചാമിയെ ഈ അറിവാകുന്ന ഈ ഭഗവാനാകുന്ന ചൈതന്യം കൊണ്ട് നമ്മൾ അങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഈ പറയുന്ന ദൈവിക പ്രകൃതികൾ ഒന്നുമില്ലാതെ വളർത്തുന്നത് കൊണ്ട് അവരെല്ലാവരും അവരുടെ ഉള്ളിൽ അങ്ങനെ ഗോവിന്ദച്ചാമിമാരെ കൊണ്ട് മാത്രം അങ്ങനെ നടക്കുക ചെയ്യുന്നത്. നമുക്ക് ആത്മീയത വേണ്ട. നമുക്ക് മതപ്രഭാഷണങ്ങൾ എന്താ പറയുക, ആക്ഷേപമാണ്. മതപാഠശാലകൾ ആക്ഷേപമാണ്. നമ്മൾ പറയും കുഞ്ഞുങ്ങളെ ബാലഗോകുലം അല്ലെങ്കിൽ മതപാഠശാലകളിൽ വിടണമെന്ന് പറയുമ്പം അമ്മമാര് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ട്യൂഷനും ഡാൻസും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം ഒരു ദിവസം കിട്ടുന്നതാ
അവർ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് നമ്മുടെ അമ്മമാര് പറയും. പക്ഷെ ചിന്തിക്കണം, മറ്റുള്ള കുട്ടികളെല്ലാം അവരുടേതായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ പഠിച്ച് അവർ ധർമ്മബോധത്തോടെ ഇറങ്ങിത്തിരിക്കുമ്പം അവരുടെ കയ്യിലെ ടൂൾസ് ആയിട്ട് മാറുക നമ്മുടെ മക്കൾ. അവർ തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പം അതിനു വേണ്ടിയിട്ട് വീട് കൊടുക്കുന്നവനാണ് ഹിന്ദുവിന്റെ മക്കൾ. കാരണം എന്താ? അവനവന്റെ ഭഗവാനെ അറിഞ്ഞുകൂടാ, അവനവന്റെ ഈശ്വരനെ അറിഞ്ഞുകൂടാ, അവനവന്റെ ഭഗവാന്റെ സ്വരൂപത്തെ അറിഞ്ഞുകൂടാ. എങ്ങനെ അറിയും? അവന്റെ വീട്ടിൽ ഒരു തരി പോലും ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാകില്ല. 100% ഉറപ്പാണ്. നമുക്ക് 2 നില വീട് വേണം, അതേപോലെ വലിയ കാറ് വേണം, എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലോ കേരളത്തിലെങ്ങും നിൽക്കരുത്, വിദേശത്തെവിടെയും, അത് അല്ലെങ്കിൽ ജർമ്മനി, ഓസ്ട്രേലിയ, ഇതേപോലെയുള്ള ഈ പറയുന്ന അമേരിക്ക, ഇംഗ്ലണ്ട്, ഇങ്ങനെയൊക്കെ പോണം. പോയിട്ട് ഒരുപാട് പൈസ എനിക്ക് സമ്പാദിച്ചു തരണം, എന്നിട്ട് വേണം എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞ് നടക്കാൻ. ഇവരെല്ലാം എന്നെ ഒന്ന് കാണട്ടെ എന്നുള്ള അഹന്തയും അഹങ്കാരവും മാത്രമായിട്ട് നടക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് എവിടെയാ ഭക്തി ഉണ്ടാകുക? ഈ ഭക്തി എന്ന് പറയുന്ന സംവിധാനം 4 കുറിയിട്ടത് കൊണ്ടോ 4 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ വന്നത് കൊണ്ടോ ഭക്തനാണെന്ന് നമുക്ക് ആരെയും പറയാൻ പറ്റില്ല. കാരണം ഭക്തന്മാരെല്ലാവരും നല്ലവരാണോ? അല്ലെന്ന എന്റെ അഭിപ്രായം. ഭക്തന്മാരെല്ലാവരും നല്ലതാണെങ്കിൽ രാവണൻ ഭക്തനായിരുന്നില്ലേ? രാവണൻ ഭഗവാനെ പ്രീതിപ്പെടുത്തിയില്ലേ? അങ്ങനെയല്ലേ ചന്ദ്രഹാസം കിട്ടിയത്? തന്നെയുമല്ല, ഒരു മനുഷ്യൻ മാത്രമേ എന്നെ കൊല്ലാവൂ എന്നൊക്കെ ഭഗവാന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിക്കണമെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത് എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉപാസിച്ചിട്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന രാവണൻ ഭക്തനല്ലേ? ഈ രാവണൻ ഭക്തനായതുകൊണ്ട്, ഭഗവാനെ നേരിട്ട് കണ്ടതുകൊണ്ട് രാവണൻ ചൊവ്വായോ? രാവണന് മാനസിക പരിവർത്തനം ഉണ്ടാകാതെ രാവണൻ എങ്ങനെ ഭക്തനാകും? ആലോചിച്ചു നോക്കൂ. ഹിരണ്യാക്ഷൻ ഭക്തനായിരുന്നില്ലേ? ഹിരണ്യകശിപു ഭക്തനായിരുന്നില്ലേ? മഹിഷി ഭക്തയായിരുന്നില്ലേ? ഈ പറയുന്നവരെല്ലാവരും ഉപാസന കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയവരാണ്. പക്ഷെ ഇവരൊക്കെ എങ്ങനെ ഭക്തരെന്ന് നമ്മൾ പറയുവോ? രാവണ ഭക്തൻ, ഹിരണ്യാക്ഷ ഭക്തൻ എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഭക്ത കുചേലനെന്ന് നമ്മൾ പറയും അല്ലേ? ഭഗവാന് നമ്മുടെ പണമോ അല്ലെങ്കിൽ നമ്മുടെ ആഭിജാത്യമോ നമ്മുടെ ആഢ്യത്വമോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് ഭഗവാൻ എന്നെ വിലയിരുത്തുന്നത് നമ്മളാരും ധരിക്കാനും പാടില്ല. നമ്മുടെ സ്ഥിരം പരിപാടി എന്താ? നമ്മൾ ഭഗവാന്റെ നടയിലേക്ക് വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, പലചരക്ക് കടയിൽ ചെന്ന് പറയും പോലെ 1 കിലോ പഞ്ചസാര, 5 കിലോ ഗോതമ്പ് പൊടി, 250 മുളക് എന്ന് പറയും പോലെ ഭഗവാന്റെ മുമ്പിലേക്ക് നമ്മൾ വരും. എങ്ങനെയാ വരുന്നതെന്നറിയാമോ? നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ നമ്മൾ ആ 100 രൂപ മാറി ചില്ലറയാക്കി അതിൽ നിന്ന് ഒരു 10 രൂപയുടെ നോട്ടെടുത്ത് കയ്യിൽ വെക്കും. എന്നിട്ട് ഭഗവാന്റെ മുമ്പിലേക്ക് വന്നിട്ട് അങ്ങനെ പറയും, ഭഗവാനെ, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്കിത് സാധിച്ചു തരാമെങ്കിൽ ഞാനിത് നിനക്ക് തരാം. സാധിക്കാമെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ തരത്തില്ല. ഇങ്ങനെ ഭഗവാനോട് പറയുക. അപ്പൊ ഭഗവാന് അകത്തിരുന്നൊരു ചിരിയുണ്ട്. ഭഗവാൻ ചിരിക്കുന്നത് നമ്മൾ കാണില്ല. ചിരിച്ചിട്ട് ഭഗവാൻ പറയും മനസ്സിൽ എന്ന് പറയും. പക്ഷെ നമ്മളത് കേൾക്കില്ല. എനിക്ക് ഇന്നതെല്ലാം വേണം, ഞാൻ നിനക്ക് ഈ 10 രൂപ തരാം. മനസ്സില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഭഗവാൻ ഒരു കാര്യം കൂടെ പറയും. ഈ 100 രൂപ ഞാനല്ലേ നിന്റെ കയ്യിൽ ഇന്നലെ വെച്ച് തന്നത്? ഞാൻ തന്ന 100 രൂപയും എടുത്ത് അത് ചില്ലറ മാറി അതിലെ 10 രൂപ കൊണ്ടുവന്ന് എനിക്ക് കാണിക്കല്ല കൈക്കൂലി തന്നിട്ട് പറയുക, ഞാൻ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. മനസ്സില്ല എന്ന് ഭഗവാൻ പറയും. നമ്മളിത് കേൾക്കേയില്ല. കാരണം നമ്മൾ ആരോടാ പറയുന്നത്? സർവ പ്രപഞ്ചത്തിന്റെയും നാഥനോട്, സകല ചരാചരങ്ങളുടെയും നാഥനോട്, സർവസമ്പത്തിന്റെയും ഉടയവനോട് പറയുക, ഞാൻ 10 രൂപ തരാം, നീ എനിക്കത് ചെയ്തു തരാമോ? നമുക്ക് 10 രൂപ തരണമെന്ന് നിശ്ചയിക്കുന്നതാരാ? ഈ കലഞ്ഞൂർ മഹാദേവന്റെ തിരുമുറ്റത്തെ ആലിൽ നിന്നൊരാൾ ഇല പൊടിഞ്ഞു താഴെ വീഴുന്നത് ഏത് നിമിഷം എന്ന് നിശ്ചയിക്കുന്നവനോട്, ആ വിധികർത്താവിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഇതൊക്കെ തരാം, നീ എനിക്ക് തന്നാൽ. വിഡിത്തല്ലേ? ഇപ്പൊ ഭഗവാൻ പറയും മനസ്സില്ല, നിന്റെ പാട് നോക്കി പോന്ന് പറയുമ്പോ ഒരു 4 ദിവസം അടുപ്പിച്ച് വന്നിട്ട് പറയും, അവിടേക്ക് പോയിട്ട് പ്രയോജനം ഒന്നുമില്ല, ശക്തിയില്ല, അവിടെ യാതൊരു ശക്തിയുമില്ല, ഈ ഹിന്ദു ദൈവങ്ങൾക്കാർക്കും ശക്തിയില്ല എന്ന് പറയും. എന്നിട്ട് ശക്തി കാണുന്നുണ്ട്, ഒരുപാട് കൂക്കുവിളികളും ബഹളവും അതിങ്ങനെ കൈകൊട്ടും പാട്ടൊക്കെ ആയിട്ടിരിക്കുമ്പോ നേരെ
അവിടേക്ക് വെച്ച് പിടിക്കുക. അവിടേക്ക് ചെന്നാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നമുക്കറിയില്ല. അവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എല്ലായിടവും ഇരിക്കുന്നതും പല പേരുകളില് ഒരാള് തന്നെയാണ്. ഓരോ പേരിൽ, അതായത് ഒരു നാടക നടൻ എപ്രകാരമാണോ ഓരോ വേദികളിലും വേഷം മാറി ആളുകളെ രസിപ്പിക്കുന്നതിനായിട്ട് ഒരു നടപ്രമാണി എപ്രകാരമാണോ, അതേപോലെ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ആ ചൈതന്യം നിങ്ങളുടെ വിളി കേട്ടു നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതിന് പല രൂപങ്ങൾ ഉണ്ടാകിട്ടല്ല, അതിന് പല ഭാവങ്ങൾ ഉണ്ടാകിട്ടില്ല, പക്ഷേ മറിച്ച് നമ്മുടെ മനസ്സിന് അതിനുള്ള പ്രാപ്തിയേ ഉള്ളൂ. എനിക്ക് എന്റെ കണ്ണനെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ നെറുകയിൽ ഒരു പീലി തിരുമുടി വെക്കും, ഒരു പീലി ചൂടി ആ കണ്ണൻ പൊന്നരഞ്ഞാടവും ഒക്കെ ചാർത്തി അങ്ങനെ ചിലങ്കയൊക്കെ ഇട്ട് കൊഞ്ചി കുഴഞ്ഞ് എന്റെ അടുത്ത് വരുമ്പോ ഞാൻ അവനെ കണ്ണാന്ന് വിളിക്കും. അതേപോലെ ഞാൻ കണ്ണനായിട്ട് കാണുന്നത് കൊണ്ടാണ് അവൻ എന്റെ അടുത്തേക്ക് കണ്ണനായിട്ട് വരുന്നത്. പ്രപഞ്ച സ്വരൂപിയായ ഭഗവാൻ ശ്രീ മഹാദേവൻ, ശ്രീ പാർവതീദേവിയുടെ പ്രാണപ്രിയൻ, നമ്മള് ആ പ്രപഞ്ച സ്വരൂപനെ അങ്ങനെ ദേഹമാകെ ഭസ്മം ചൂടി ജടയും കൊണ്ട് നാഗങ്ങളെയൊക്കെ കഴുത്തിൽ ചൂടി ഞാൻ അവനെ അങ്ങനെ മഹാദേവ എന്ന് വിളിക്കുമ്പം ആ രൂപത്തിൽ എന്റെ മനസ്സിലേക്ക് ആ ഭഗവാൻ വരികയാണ്. എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനമാണ് ആ ശക്തിക്കെങ്കിൽ ഞാൻ എന്റെ അമ്മയെ എന്ന് വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞ് എന്റെ കണ്ണ് നിറഞ്ഞാൽ ഉടനെ എന്റെ കരം പിടിക്കാൻ എന്റെ അമ്മ വന്നു കഴിയും. ആ അമ്മയും ആ ശക്തിയാണ്. അതറിയാതെയാണ് പലയിടവും ഇങ്ങനെ ഓടിപ്പോയിട്ട് അവിടെ ശക്തിയില്ല ഇവിടെ ശക്തിയില്ല എന്ന് ഓടുന്നത്. എന്താണ് നമ്മുടെ തത്വം എന്നറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ വന്നിരുന്നത് കൊണ്ടോ, നമ്മൾ നാമം ജപിച്ചത് കൊണ്ടോ, നമ്മൾ നാരായണീയം കുറേ വേദികളിൽ ചൊല്ലിയിട്ടോ ഒന്നും കഥയില്ല. അവിടെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഹൃദയമാകുന്ന ശ്രീകോവിലിനുള്ളിൽ ആ പരമാത്മ ചൈതന്യത്തെ അങ്ങനെ പ്രതിഷ്ഠിച്ച് കഴിയണം. എന്താ പറയുന്നത്? ഭക്തിയുടെ ഭാവം എന്ന് പറയുന്നത്, ഭക്തിയെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ പറയും, എല്ലാറ്റിനെയും നമ്മൾ ദേവതകളായിട്ട് സങ്കല്പിക്കും. ഭക്തിയെയും ഒരു ദേവതയായിട്ടങ്ങ് സങ്കല്പിച്ചിരിക്കുക. അപ്പൊ അതിൽ ആചാര്യന്മാർ പറയുന്നു, ഭക്തി ജനിച്ചിട്ട് അവൾ ദ്രാവിഡ ദേശത്ത് ജനിച്ചിട്ട് അവൾ അങ്ങനെ കർണാടകത്തിലൂടെയും അതേപോലെ മഹാരാഷ്ട്രയിലൂടെയും ഗുജറാത്തിലൂടെയും ഒക്കെ വന്ന് വൃന്ദാവനത്തിലേക്കും ഗോകുലത്തിലേക്കും ഒക്കെ പ്രവേശിച്ചു എന്ന് ഇങ്ങനെ കാവ്യാത്മകമായിട്ട് പറയുന്നുണ്ട്. ഭക്തിയുടെ മക്കളാത്രേ ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്തി മഹാരാഷ്ട്രയിൽ എത്തിയപ്പോഴേക്കും ഭക്തിയും മക്കളും വൃദ്ധരായി ഭവിച്ചു എന്നൊരിടത്ത് കാണുന്നു. എന്താ അതിന്റെ തത്വമെന്നറിയാമോ? ഭക്തി ദ്രാവിഡ ദേശത്തുണ്ടായ ഭക്തി പ്രസ്ഥാനം അതിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ വന്ന് ആളുകളുടെ ഇടയിൽ ഭക്തി ഇല്ലാണ്ടായി. ആ ഭക്തി ഇല്ലാണ്ടായ അവസരത്തിൽ ഗോകുലത്തിൽ കണ്ണൻ, വൃന്ദാവനത്തിൽ കണ്ണൻ എത്തിയതോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകളുടെ എല്ലാം മനസ്സിൽ ഭക്തി അങ്ങനെ കൂടിയപ്പം ഭക്തി എന്ന് പറയുന്ന ആ ദേവി അങ്ങനെ വൃദ്ധത മാറി യൗവനയുക്തയായി എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? അവിടെ ഭക്തി വർദ്ധിച്ചു ആളുകളുടെ ഇടയിൽ. അപ്പൊ ആ കാവ്യം പോലെയുള്ള ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്നു, പക്ഷെ അവളുടെ മക്കൾ ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധരായി തുടർന്നു. കാരണം എന്താ? ഭക്തി കൊണ്ട് നമുക്കുണ്ടാകേണ്ട രണ്ട് ഗുണങ്ങളാണ് ജ്ഞാനവും വൈരാഗ്യവും. ഈ ഭക്തി എന്തിനാ വേണ്ടത്? അന്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചെയ്യാനല്ല ഭക്തി, മറിച്ച് അറിവ്. ഭക്തിയിൽ കൂടിയാണ് അറിവുണ്ടാകുന്നത്. ആ അറിവുണ്ടാകുമ്പോൾ വൈരാഗ്യം ഉണ്ടാകും. എങ്ങനെയുള്ള വൈരാഗ്യമോ? മനുഷ്യനെ കുത്തിക്കൊല്ലാനുള്ള വൈരാഗ്യമല്ല, മറിച്ച് വിരക്തി. അങ്ങനെ വിരക്തി ഉണ്ടാകും. ആ വിരക്തി ഉണ്ടായാൽ സർവ്വതിലും വിരക്തി ഉണ്ടായാൽ ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഭഗവത് പാദങ്ങളിലേക്ക് പോകാം എന്നാണ് ആ പറയുന്നതിന്റെയൊക്കെ അർത്ഥം. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ അവരെ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ വിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ആധ്യാത്മിക പഠന ക്ലാസ് ആകണം. അവിടെ രാമനെയും കൃഷ്ണനെയും ഗോവിന്ദനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. രാമായണം വായിക്കും നേരത്ത് മക്കളെ പിടിച്ചടുത്തിരുത്തണം. എന്നിട്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തണം. എന്നിട്ട് അവരോട് ചോദിക്കണം, മക്കളെ ഇതില് 3 അമ്മമാരെ നമുക്ക് കാണാം, കൗസല്യ, സുമിത്ര, കൈകേയി.
ഇതിലേതമ്മയാണ് നിങ്ങൾക്ക് ഇഷ്ടം? അവർ പല പേരുകളും പറഞ്ഞിരിക്കാം. പക്ഷെ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പെൺമക്കളോട് വിശ്വാസ പറഞ്ഞു കൊടുക്കണം. എന്താണ്? നിങ്ങൾ ഇതില് സുമിത്രാദേവിയെ പോലെ ഒരു അമ്മയാകണം. രാമന്റെ അമ്മയല്ലേ, രാമൻ ദേവനല്ലേ, അപ്പൊ രാമന്റെ അമ്മയല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സുമിത്രാദേവിയെ പോലെയാകണം. എന്തുകൊണ്ട് സുമിത്രാദേവിയെ പോലെയാകണം എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം രാമന്റെ ഒപ്പം താനും വനത്തിലേക്ക് പോകുകയാണെന്ന് തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്മണൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനും ജ്യേഷ്ഠന്റെ ഒപ്പം പോവാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഞാനും ഇന്നത്തെ കാലഘട്ടത്തിലെ സുമിത്രമാര് ആരാണെങ്കിലും നമ്മൾ എല്ലാവരും പറയും, എന്ത് പറയും? എന്താ കൊച്ചേ, നീ നിന്റെ പണി വല്ലതും നോക്കിക്കോണം. ഈ വനത്തിൽ പോകാൻ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രാമനാ. അവൻ പോയി അലഞ്ഞു തിരിഞ്ഞു വരട്ടെ. നീ ആ കാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടവനല്ല. മറിച്ച് ഇവിടെ നിൽക്കണം. ഇവിടെ ഭരതൻ അയോധ്യയുടെ ചക്രവർത്തിയാകും. അപ്പൊ നിനക്ക് ഒന്നുകിൽ ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനം, അതല്ലെങ്കിൽ മുഖ്യ സൈന്യാധിപൻ, രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പാ. അതും വാങ്ങിച്ചങ്ങനെ നിൽക്കണം. എന്നിട്ടോ അങ്ങനെ അവന്റെ കൂടെ ഒട്ടി നിന്നിട്ട് സമയം കിട്ടുമ്പം, തരം കിട്ടുമ്പോ ഈ പറയുന്ന ഭരതന്റെ കാലേ വാരി നിലത്തടിച്ചിട്ട് അയോധ്യയുടെ ചക്രവർത്തിയാകാൻ നോക്കണ ഇർക്ക, പോയി കിടന്ന് കഷ്ടപ്പെടാതെന്ന് ഞാനും ഇന്നത്തെ കാലഘട്ടത്തിലെ സുമിത്രമാരും പറയും. പക്ഷേ വാൽമീകിയുടെ സുമിത്ര പറഞ്ഞത് എന്താ? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവീം വിദ്ധി യച്ഛദാത യഥാസുഖം. രാമം ദശരഥം വിദ്ധി, നീ രാമനെ അച്ഛനായിട്ട് കാണണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. മാം വിദ്ധി ജനകാത്മജ, ഈ വാൽമീകി മഹർഷി കലിയുഗത്തിലെ ഓരോ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കുന്നതിനായിട്ട് സുമിത്രയെ കൊണ്ട് പറയിപ്പിക്കുന്നു, മാം വിദ്ധി ജനകാത്മജ, മാം വിദ്ധി ജനകാത്മജ, എന്നെ പോലെ കാണ്, അമ്മയായി കാണ് സീതയെ. സീതയെ അല്ല, നാട്ടിലെ ഓരോ പെൺകുരുന്നിനെയും അമ്മയായി കാണ്, അമ്മയായി കാണ്, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാണ് എന്ന് വാൽമീകി മഹർഷി സുമിത്രാദേവിയെ കൊണ്ട് കലിയുഗത്തിലെ മനുഷ്യരോട് പറയിപ്പിക്കുകയാണ്. 1.5 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം വീടിന്റെ ഉമ്മറത്തിരുത്തിയിട്ട് അടുക്കളയിൽ പണി ചെയ്യാൻ സാധ്യമല്ല. ഇത് പെൺകുഞ്ഞിനെ ഒരു അമ്മമാർക്കും. 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ പാൽപുഞ്ചിരി കാണാത്ത കാമവെറിയന്മാരുടെ നാടായിട്ട് അധപ്പതിച്ചിരിക്കുന്നു നവോത്ഥാന കേരളം. നവോത്ഥാനത്തിന്റെ പോക്ക് നോക്കൂ, ആലോചിച്ചു നോക്കൂ. കുഞ്ഞിന്റെ ചിരിയെക്കാട്ടിലുപരി ഒരു മാംസപിണ്ഡമായിട്ട് ആ കുഞ്ഞിനെ കാണുന്നു. അതുകൊണ്ടാണ് സുമിത്രയെ കൊണ്ട് പറയിപ്പിച്ചത്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി 25 വയസ്സുള്ള 2 പുരുഷന്മാരോടൊപ്പം, ഒന്ന് ഭർത്താവ്, ഒന്ന് ഭർത്താവിന്റെ സഹോദരൻ. 18 വയസ്സുള്ള സീതാദേവി 25 വയസ്സുള്ള 2 യുവാക്കളോടൊപ്പം ആ വനത്തിലേക്ക് ദീർഘകാലം കഴിയാൻ പോകുമ്പം ഒരമ്മ ഉപദേശിക്കേണ്ട യഥാർത്ഥ ഉപദേശം. എട്ടത്തി അമ്മ എന്നുള്ള വാക്ക് അങ്ങനെയാ നമുക്ക് കിട്ടിയത്. അമ്മയായി കാണ്. നമ്മുടെ സംസ്കാരമാണ് ഓരോ സ്ത്രീയെയും അമ്മയായി കാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള സുമിത്രമാര് ഇന്ന് ഈ നാട്ടിലുണ്ടെങ്കിൽ തങ്ങളുടെ മക്കൾക്ക്, തങ്ങളുടെ ആൺമക്കൾക്ക് തങ്ങളുടെ കൂട്ടുകാരിയുടെ പാവാടത്തുമ്പിൽ കാമവെറിയോടെ പിടിക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കൂ. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പായി കണ്ടിടേണം. അക്ഷരം ചൊല്ലി പഠിപ്പിക്കും ഗുരുവിനെ അച്ഛനെ പോലെ കരുതിടേണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണെന്ന് അധ്യാപികയ്ക്ക് ശവക്കല്ലറി ഒരുക്കുന്നതും അധ്യാപികയുടെ ആ ശവമഞ്ച സങ്കല്പിച്ചു കൂട്ടിക്കിട്ട് അതിന്റെ മണ്ടയ്ക്ക് മുകളിലേക്ക് റീത്തുകൊണ്ട് വെക്കുന്നതുമായിട്ട് നമ്മുടെ കൗമാരത്തെ അധപ്പതിപ്പിച്ചു. ഈ നവോത്ഥാനം വേണോ? ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ എന്താ പറയുക, അഴിച്ചു വിട്ടങ്ങനെ പോവുക. നമ്മുടെ മക്കള് മാത്രം, അവർക്ക് ഈ പറയുന്ന സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാം അന്ധവിശ്വാസം. അന്ധവിശ്വാസമല്ല, ഓരോന്നിന്റെയും തത്വവും പൊരുളും പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ അറിയുന്നതിനാണ് മക്കളെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുണ്ടു. ഇവിടെ ഈ സപ്താഹവേദിയിൽ ഇരുന്ന് ആചാര്യന്റെ പാരായണം കേട്ടാൽ എന്താ പ്രയോജനം എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു
ചിന്തിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇവിടേക്ക് അടുപ്പിക്കില്ല. എന്താ പ്രയോജനമെന്നറിയാമോ? ഈ കഥകളൊക്കെ കേട്ട് വയറ് നിറയാനല്ല. ഇത് കഥകളാണെന്ന് ഈ പറയുന്ന ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം. അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. ഇതിലെ നിരന്തരം രമിപ്പാനായിട്ട് ഭഗവാനെ അറിയാനായിട്ട് കഥകളുടെ അകമ്പടി ചേർത്ത് എപ്രകാരമാണോ പഞ്ചതന്ത്ര കഥകള് ഇങ്ങനെ മുതലകിടയും പൂച്ചകിടയും ഒക്കെ കഥകളിൽ കൂടി വിഷ്ണു ശർമാവ് രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു മിടുക്കരാക്കിയത്, അതുപോലെ കഥകളിൽ കൂടി ജീവിത മൂല്യങ്ങൾ പറഞ്ഞു തരികയാണ് ഭാഗവതത്തിൽ. ആ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കുകയാണ് ഭാഗവതവും മഹാഭാരതവും രാമായണവും ഒക്കെ ചെയ്യുന്നത്. നല്ല മനുഷ്യനാകാനല്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്, വലിയ പണക്കാരനാകാനായിട്ട്, അഭിനവ കബന്ധന്മാരാകാനായിട്ട്, ചെവിയും കണ്ണും മൂക്കും ഒന്നുമില്ലാത്ത, ആരുടെയും നിലവിളിയും സങ്കടങ്ങളും ഒന്നും കേൾക്കാൻ കഴിവില്ലാത്ത കഠോര ഹൃദയരാക്കി മാറ്റുന്നു നമ്മുടെ മക്കളെ നമ്മൾ. അതുകൊണ്ടാണ് അവസാനം ഗാന്ധി ഭവനുകൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടില്. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകുക. കാരണം എന്താ? നമുക്ക് ചെന്ന് താമസിക്കാൻ. ഇനി ഗാന്ധി ഭവനിൽ വിടാൻ മടിയാണെങ്കിൽ അവര് നല്ല ഒന്നാന്തരം പട്ടിക്കൂടും കോഴിക്കൂടും ഒക്കെ ഉണ്ടാക്കി അവിടെ അങ്ങനെ ശേഖരിച്ചു വെച്ചേക്കും. അതുകൊണ്ട് പട്ടിക്കൂട്ടി കിടക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളെ ധാർമ്മിക പാതയിലൂടെ ചരിക്കാൻ, ഹിന്ദുത്വ ബോധം ഉണ്ടാക്കാൻ, ആ ഒരു ചിന്തയിലേക്ക് വരുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മറ്റുള്ളവരുടെ ഒക്കെ മക്കൾ ആധ്യാത്മികതയിലൂടെ വളർന്നു വരുമ്പം ഈ തരത്തിൽ നിങ്ങളുടെ മക്കൾ വളർന്നു വന്നില്ല എങ്കിൽ അധപ്പതനമായിരിക്കും ഫലം. അധപ്പതനം അത് മാത്രമാണ് ഫലം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയവുമാകാം. നിങ്ങൾക്ക് ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദുവിന് രാഷ്ട്രീയവും ജാതിയുമാണ് വലുത്. അവന്റെ കുടുംബമോ അവന്റെ സമാജമോ അവന് വലുതല്ല. അവന്റെ രാഷ്ട്രീയം അത് പറയുന്നത് എന്തും അവൻ കേൾക്കും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഈ ശബരിമല കൊള്ളയൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിലിങ്ങനെ ഹൃദയം വെന്തിരിക്കുമ്പം ഞാൻ പറയുന്നതിൽ നിങ്ങൾ രാഷ്ട്രീയം കാണണ്ട. കാര്യം എന്റെ രോഷമാണ്. എന്റെ സമാജത്തിനു നേരെ ഉയരുന്ന ഓരോ വിരലുകൾക്കും നേരെ ഞാൻ വിരൽ ചൂണ്ടും. ഓരോ കൈകൾക്കു നേരെയും ഞാൻ പ്രതികരിക്കും. കാരണം എന്റെ ശിവഭഗവാന്റെ ശിവലിംഗത്തിന്റെ മേലേക്ക് ആർത്തവ രക്തം ഇറ്റിറ്റ് വീഴുന്ന തരത്തില് ഒരു ചിത്രം നിർമ്മിച്ച് ആർത്തവത്തിന്റെ ഒരു തുണിക്കഷണം എടുത്ത് അത് പിടിപ്പിച്ചതിൽ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ വിറ്റ് നടക്കുമ്പം നിങ്ങള് ഹിന്ദു സമാജത്തിലെ എന്റെ സഹോദരന്മാരത് വാങ്ങി പോക്കറ്റിൽ ഇട്ടില്ലേ? ഇതെന്റെ ശിവനെ ആക്ഷേപിക്കുകയാണെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ആലോചിച്ചു നോക്കൂ. ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്രേ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദുവിന്റെ മേലെ മാത്രം മതിയോ? ഇങ്ങനെയുള്ള ജന്തുക്കളായിട്ട് അധപ്പതിക്കണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ വോട്ട് കൊടുക്കൂ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വോട്ട് കൊടുക്കുമ്പോൾ എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലും എനിക്കുണ്ട്. എന്റെ വിശ്വാസങ്ങളെയും എന്റെ ആരാധനാമൂർത്തികളെയും ആക്ഷേപിച്ചാൽ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറയാൻ നട്ടലുള്ള എത്ര ഹിന്ദുവുണ്ട്. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നു എന്ന് കരുതിയിട്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം നേരെ നിന്ന് പ്രതികരിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഒരു 100 കൊല്ലം കഴിയുമ്പം ഒരു മകനുമായിട്ട് തന്റെ അച്ഛൻ ഒരു എക്സിബിഷൻ ഹാളിലേക്ക് കടന്നു ചെല്ലും. അവിടെ ഒരു കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഒരു അസ്ഥികൂടം ഇരിക്കും. മകൻ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇത് ആരുടെയാണ് ഈ അസ്ഥികൂടം? അച്ഛൻ പറയും അത്രേ, ഇതായിരുന്നു ഈ നാടിന്റെ അധിപന്മാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും അവസാനത്തെ അവന്റെ അസ്ഥികൂടമാണിത്. എന്താണ് ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പം അച്ഛൻ പറയും, ഈ അസ്ഥികൂടത്തിന് ബലമില്ല, ഈ നട്ടലിന് ബലമില്ല, ഇതിങ്ങനെ വഴിവഴാന്നിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സമാജത്തിന് നേരെ വരുന്ന എല്ലാ വെല്ലുവിളികൾക്കും മുമ്പില് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അങ്ങനെ കിടന്നുകൊടുത്ത് ഒടുവിൽ ഹിന്ദു എന്ന് പറയുന്ന സമാജമില്ലാതെ, ക്ഷേത്രങ്ങളില്ലാതെ, ഹൈന്ദവന്റെ ആരാധനാ സമ്പ്രദായങ്ങളില്ലാതെ ഇവിടെ ഈ സംസ്കാരം നശിക്കുന്നത് വരെ അതിന് വിട്ടുപണികൾ ചെയ്തു കൊടുക്കും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും പേരില്. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കൂ സഹോദരങ്ങളെ നിങ്ങൾ. പക്ഷേ വേണ്ടേ, നമുക്കും വേണ്ടേ നമ്മുടെ കണ്ണനെ, നമുക്ക് വേണ്ട
നമ്മുടെ മഹാദേവനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ, ഇഷ്ടമുള്ളപ്പോൾ ആരാധിക്കാൻ, നെഞ്ചു പൊട്ടിയൊന്ന് തകർന്ന് വീഴുമ്പം കരഞ്ഞ് കാല് പിടിക്കാനായിട്ട് അയ്യപ്പന്റെ നട അവിടെ വേണ്ടേ? ഇതൊക്കെ ആലോചിച്ചു നോക്കൂ. പറയുമ്പം ഇതിന് വേറെ അർത്ഥം കൊടുക്കാതെ ഇതൊക്കെ എന്റെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? നമുക്ക് ഭക്തി എന്ന് പറയുന്ന ഭാവം ലവലേശമില്ലാതെ ആയി പോകുന്നു. ഭക്തി ഇങ്ങനെ കാണിച്ചു നടക്കാൻ മാത്രമല്ല, ആ ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ആരാധനാ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാകണം. നാളെയും ഈ പറയുന്ന ഈ കലഞ്ഞൂർ മഹാദേവന്റെ നടയില് മൈക്ക് വെച്ച് കെട്ടി ഈ സംവിധാനം പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ആചാര സമ്പ്രദായങ്ങൾ വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ജീവിക്കാതെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആവല്ലേ എന്നാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് സമയമാകുന്നത് കൊണ്ട് ഞാൻ എല്ലാ വേദിയിലും പറയുന്നൊരു കഥയുണ്ട്. ആ കഥ എല്ലായിടവും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കുറവാ. അതുകൊണ്ട് പറയുകയാണേ, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് പറയുക. പണ്ട് ഒരിടത്ത് ഒരു അമ്മയാടുണ്ടായിരുന്നു. അമ്മയാടിന് 2 മക്കൾ. ആ 2 മക്കൾക്കും ഏകദേശം ഓർമ്മയായ കാലം മുതൽ അമ്മയാട് ആ മക്കളോട് പറഞ്ഞു, അമ്മയാടിന്റെ വീട് ഒരു കാടിന്റെ സൈഡിലാണ്. ആ കാടിന്റെ സൈഡിൽ കൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ നദിയുടെ ഇപ്പുറത്താണ് അമ്മയാടിന്റെ വീട്. ഒരു സിനിമയിൽ കാണും പോലെ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പൊ അങ്ങനെ അമ്മയാടും മക്കളും കൂടെ അങ്ങനെ ജീവിക്കുമ്പം ഓരോ നിമിഷവും നാമം ചൊല്ലും പോലെ അമ്മയാട് പറഞ്ഞു കൊടുക്കും, മക്കളെ ഒരിക്കൽ പോലും ആ കാട്ടിനുള്ളിലേക്ക് പോകരുത്. എന്താ കാര്യം? അവിടെ ദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, അതേപോലെ കരടിയുണ്ട്, ചതിയന്മാരായ കുറുക്കനുണ്ട്. എന്താ ചതിയന്റെ ലക്ഷണം? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അമിത വിനയം കാണിക്കും, നാവില് തേനൂറുന്ന വർത്താനം പറയും. വിനയം കൂടിപ്പോയിട്ട് നമ്മളെ കാണുമ്പോൾ മുണ്ടിന്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ചിട്ട് തൊഴുതങ്ങനെ നിൽക്കും. അത്ര വിനയമാ. അത്തരത്തിലുള്ള കുറുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പോകല്ലേ. മക്കള് ആ നിമിഷം പറഞ്ഞു, ഇല്ലമ്മ പോവില്ല, നമ്മുടെ മക്കളുടെ കൂട്ടാണ് ഈ ആടമ്മയുടെ മക്കൾ. നമ്മുടെ മക്കളോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞാൽ അവരപ്പം മനസ്സിൽ കണക്ക് കൂട്ടും, ചെയ്യും. നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്നോളൂ, ചെയ്യും എന്നവര് മനസ്സിൽ കണക്ക് കൂട്ടും. ആടിന്റെ അമ്മയുടെ മക്കളും ആട്ടിൻകുട്ടികളും മനസ്സിൽ കണക്ക് കൂട്ടി ഞങ്ങൾ പോകും എന്ന് കണക്ക് കൂട്ടി. നമ്മുടെ മക്കളെ പോലെ അവരും നന്നായിട്ട് അഭിനയിച്ചിട്ട് പറഞ്ഞു, ഇല്ലമ്മ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം അമ്മയാടിന് റേഷൻ കടയിൽ പോകേണ്ടതായിട്ട് വന്നു. കിറ്റൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ ക്യൂ ഉണ്ട് നല്ലതായിട്ട്. അമ്മയാട് ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, മക്കളെ ഒരു പക്ഷേ ഞാൻ ക്യൂവിൽ പെട്ടുപോകാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ താമസിക്കും. നിങ്ങള് ഒരു കാരണവശാലും ഞാൻ വന്ന് വിളിക്കാതെ വാതിൽ തുറക്കല്ലേ. മക്കളുടെ മനസ്സിലൊരു ലഡുപൊട്ടി. എന്നിട്ട് അവര് പറഞ്ഞു, ഇല്ലമ്മ ഞങ്ങൾ ഒരിക്കലും വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു. അമ്മയാട് സന്തോഷത്തോടെ മക്കളെ വിശ്വസിച്ച് നമ്മുടെ മക്കളെ നല്ല വിശ്വാസം നമുക്ക്. ഞാൻ പറയും, എന്റെ മകള് ഞാൻ വരയ്ക്കുന്ന ഒരു വരയ്ക്കപ്പുറം പോകില്ല, എന്റെ മകൾ അതിന്റെ 10 വരെ അപ്പുറം ചാടും എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ ഉള്ളൂ അറിയാത്തത്. നമ്മുടെ മക്കളുടെ വിശേഷങ്ങള് ലോകത്താർക്കെങ്കിലും അറിയാതുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊള്ളണം. അങ്ങനെ നമ്മുടെ അമ്മയാട് ഇങ്ങനെ റേഷൻ കടയിലേക്ക് പോയി. ആ നിമിഷം കുട്ടികള് അങ്ങനെ കതക് തുറന്നിറങ്ങി ആറ്റിക്കുഴ നീന്തിക്കേറി അങ്ങനെ കാട്ടിലേക്ക് ചെന്നു. കാട്ടിലേക്ക് ചെല്ലുമ്പം കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം കുറെ നാളുകളായിട്ട് അമ്മയാടിന്റെ വീട്ടിലേക്ക് നോക്കി വെള്ളമിറക്കിയിരിക്കുക. എപ്പോഴായി ഈ ആട്ടിൻകുട്ടികളെ കിട്ടുക നോർത്ത്. അങ്ങനെ ആട്ടിൻകുട്ടികൾ ചെല്ലുമ്പം സിംഹത്തിന് വലിയ സന്തോഷമായി. സിംഹം ഓടി വന്നു, എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വരൂ വരൂ, എന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ആട്ടിൻകുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്താ? അമ്മ പറഞ്ഞതെന്താ? അവിടെ സിംഹമുണ്ട്, കടിച്ചു തിന്നും. ഇത്രയും സ്നേഹമുള്ള ഈ സിംഹച്ചേട്ടൻ തിന്നുമെന്ന ഈ അമ്മ പറഞ്ഞത്. കാരണം കണ്ടപ്പോഴേ ചേട്ടൻ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ സാമ്രാജ്യം എന്ത് മനോഹരമാണ്, വന്നോളൂ എന്ന് പറഞ്ഞ് ഈ ആട്ടിൻകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി. ആട്ടിൻകുട്ടികൾ വീടും മറന്നു, അമ്മയും മറന്നു, എല്ലാം മറന്നു. അമ്മ കള്ളം പറഞ്ഞതാണ്, ഈ ചേട്ടനാണ് ശരി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കാടിനുള്ളിലേക്ക് ചെന്നപ്പം സിംഹത്തിന്റെ തനി സ്വരൂപം അവൻ പുറത്തെടുത്തു. ഒറ്റയടിക്ക് 2 ആട്ടിൻകുട്ടികളെയും കൊന്നുകളഞ്ഞു.
എന്നിട്ട് ഇതുങ്ങളെ ഭക്ഷിക്കാനായിട്ട് നിൽക്കുമ്പം സിംഹത്തിനൊരു ഫോൺ വരുന്നു. സിംഹം രാജാവല്ലേ, അപ്പൊ സിംഹത്തിനൊരു ഫോൺ വരുന്നു. സിംഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എനിക്കിപ്പോ സമയമില്ല, ഞാനൊരു മീറ്റിംഗിലാ. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു, പറ്റില്ല, വന്നേ പറ്റൂ, 10 മിനിറ്റിനകം തിരിച്ചു പോകാം. അപ്പൊ സിംഹം കരുതി എന്താ ഇപ്പൊ ചെയ്യുക? അങ്ങനെ കരുതി ഇരിക്കുമ്പം ഈ കാട്ടിലെ ചതിയനായ കുറുക്കന്റെ വരവ്. ഞാൻ പറഞ്ഞല്ലോ, വിനീത വിധേയനായിട്ട് അങ്ങനെ വന്ന് തൊഴുതു നിന്നിട്ട് പറഞ്ഞു, അങ്ങുന്നേ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പൊക്കാട്ട്, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സിംഹം സംശയിച്ചൊന്ന് നോക്കി. അപ്പൊ പറഞ്ഞു, എന്നെ ഇങ്ങനെ നോക്കരുത്, കാരണം എന്നെ മാത്രമേ ഈ കാട്ടിൽ വിശ്വസിക്കാൻ കൊള്ളാവൂ, അതുകൊണ്ട് അങ്ങ് വരുന്നത് വരെ ഇവരെ ഞാൻ സൂക്ഷിച്ചോളാം. അപ്പൊ സിംഹം പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, തൊട്ടുപോയാൽ അറിയാലോ എന്റെ സ്വഭാവം. കുറുക്കൻ ഈ സിംഹം സമ്മതിച്ചു, പോയി. കുറച്ചു കഴിഞ്ഞ് സിംഹം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം 1-2 റൗണ്ടൊക്കെ അടിച്ചു കുറുക്കൻ. വായിൽ വെള്ളം വന്നിട്ട് അങ്ങനെ വെക്കാൻ വയ്യ. ഒടുവിൽ കൊതി സഹിക്കാൻ വയ്യാതെ ഈ ആട്ടുംകുട്ടിയിൽ ഒന്നിന്റെ ചെവി അങ്ങ് കടിച്ചു പറിച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, മരണഭയം ഒക്കെ പോയിട്ട് 4 ചെവി അങ്ങ് കടിച്ചു പറിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ദൈവമേ, സിംഹം വന്നാൽ എന്റെ കഥ വഴിയുമല്ലോ. പെട്ടെന്ന് ബ്ലഡൊക്കെ വരുന്ന ഭാഗത്തേക്ക് കുറച്ച് മണ്ണൊക്കെ വാരി പൊത്തി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോ സിംഹം വന്ന് ചുറ്റും വന്ന് നോക്കിയിട്ട് ചോദിച്ചു, എടാ ഉവേ, ഇതിന്റെ ചെവി എവിടെ? അപ്പൊ ഈ കുറുക്കൻ പറഞ്ഞു, അങ്ങൊന്നും ഇതിന് ചെവി ഉണ്ടായിരുന്നില്ല. സിംഹം പറഞ്ഞു, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഇതിന് ചെവി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുറുക്കൻ പറഞ്ഞു, എന്റെ ഹൃദയം വിങ്ങുന്നു, എന്നെ അങ്ങ് അവിശ്വസിക്കരുത്, ഇതിന് ചെവി ഉണ്ടായിരുന്നില്ല. സംശയമുണ്ടെങ്കിൽ ഇവരെ വളർത്തിയ വലുതാക്കിയ ഇവരുടെ അമ്മയ്ക്ക് അറിയാമല്ലോ, നമുക്ക് അവരുടെ അമ്മയോട് ചോദിക്കാം. അപ്പൊ സിംഹത്തിന് തോന്നി, നല്ല ഐഡിയ, അവരുടെ അമ്മയോട് ചോദിക്കാം. എന്നിട്ട് ഇവർ രണ്ടുപേരൂടെ കാടിന്റെ സൈഡിലേക്ക് വന്നിട്ട് അമ്മയാടിന്റെ വീട്ടിലേക്ക് നോക്കി. അപ്പൊ അമ്മ റേഷൻ കടയിൽ പോയിട്ട് വന്ന് കുഞ്ഞുങ്ങളെ കാണാഞ്ഞ് നെഞ്ചുപൊട്ടി നിലവിളിച്ച് നടക്കുക. അങ്ങനെ നിൽക്കുമ്പം ഈ സിംഹം അമ്മയാടിന്റെ വീട്ടിലേക്ക് നോക്കി ഉറക്ക വിളിച്ചു ചോദിച്ചു, നിന്റെ മക്കൾക്ക് ചെവിയുണ്ടായിരുന്നോ? നിന്റെ മക്കൾക്ക് ചെവിയുണ്ടായിരുന്നോ? ഈ ശബ്ദം അമ്മയാടിന്റെ ഹൃദയത്തെ അങ്ങനെ പിടിച്ച് കീറി. കാര്യം എന്താ? സിംഹത്തിന്റെ അലർച്ചയാ കേൾക്കുന്നത്. തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്ര കാലവും താൻ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്, എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് എന്നോർത്ത് അമ്മ മരണതുല്യയായി മാറി. എന്നിട്ട് അമ്മ ആ കാട്ടിലേക്ക് നോക്കി. പതിഞ്ഞ സ്വരമെങ്കിലും അമ്മ വിളിച്ചു പറഞ്ഞു, ഇല്ല, എന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു. എന്തായിരിക്കും അമ്മയാട് പറഞ്ഞത്, എന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന്? കഥ ശ്രദ്ധിച്ചു കേട്ടെങ്കിൽ പറയൂ, എന്താണ് അമ്മയാട് പറഞ്ഞത്? എന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന്. അമ്മയാടിന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? അമ്മയാട് ഓർമ്മ വെച്ച കാലം മുതൽ മക്കളോട് പറയുകയാണ്, അവിടെ ആപത്താണ്, 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 ആ ആപത്തിലേക്ക് ചെന്ന് തലവെച്ച് കൊടുക്കല്ലേ എന്ന് പറയുമ്പം അവർക്ക് ചെവി ഉണ്ടായിരുന്നുവെങ്കിൽ അത് കേൾക്കുമായിരുന്നു. അവർക്ക് ചെവി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവരത് കേൾക്കാഞ്ഞത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറുക്കന് സന്തോഷമായി രക്ഷപ്പെട്ടത് കൊണ്ട് സിംഹത്തിന് കുറുക്കന് വിശ്വാസവുമായി. അമ്മയാട് തകർന്നുപോയി. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചെവിയുണ്ടോ? നിങ്ങൾക്ക് ചെവിയുണ്ടോ? കാരണം ഓരോ വേദികളിൽ നിന്നുകൊണ്ട് പറയുന്നു, ആപത്താണ്, 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 ആപത്ത് നിങ്ങളുടെ പടികിറമ്പിൽ വരെ വന്നിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ ഭൂതം കണക്കെ അത് പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ചെവിയുണ്ടോ? ഈ പറയുന്ന അമ്മയാടിന്റെ മക്കളെ പോലെ ബാഹ്യമായിട്ടുള്ള ചെവിയും കണ്ണും മൂക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വെറും അലങ്കാരത്തിന് വേണ്ടുന്നത് കേൾക്കാതെ, കാണേണ്ടത് കാണാതെ, പറയേണ്ടിടത്ത് പറയേണ്ട തരത്തിൽ സംസാരിക്കാതെ ഇരുന്ന് മനുഷ്യജന്മം പാഴാക്കി സ്വന്തം മക്കളെ ബലിയാടുകളാക്കണോ? അത്തരത്തിലുള്ള ഒരു ബലിയാടിനെ നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്തെ അശോകേട്ടനെ? കണ്ടില്ലേ? ഒരു കാലത്ത് അശോകേട്ടന്റെ മകൾ അഖില, ആ അഖിലയെ കോടതിയിൽ ഹാജരാക്കുമ്പം ആ കുട്ടി മതം മാറി അതിന്റെ കാമുകനോടൊപ്പം ഒപ്പം പോകാൻ തീരുമാനിച്ചപ്പം ഏക മകളെ വളർത്തി വലുതാക്കി ഡോക്ടറാക്കിയ ഒരു അമ്മയുണ്ട്. ആ അമ്മ അതിന്റെ പാദത്തിലേക്ക് കാലിലേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം അന്ന് TV ചാനലിൽ ഞാൻ കണ്ടത് ഇന്നത്തെ പോലെ ഓർക്കുന്നു. ആ അമ്മ മോളെ പോകല്ലേ എന്നല്ല പറഞ്ഞത്,
അമ്മ വിട്ടു പോകല്ലേ കണ്ണാ എന്ന് പറഞ്ഞാ കരഞ്ഞത്. അമ്മയെ വിട്ടു പോകല്ലേ കണ്ണാ. ഓരോ അമ്മമാരും ആണെങ്കിലും പെണ്ണെങ്കിലും നമ്മുടെ മക്കളെ കണ്ണാ എന്നാ വിളിക്കുക. ആ സ്ഥാനം കൊടുത്ത് വളർത്തുക. അങ്ങനെ വളർത്തിയ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, അമ്മയെ വിട്ടു പോകല്ലേ കണ്ണാ എന്ന് പറയുമ്പം ആ പിടിച്ച കാലിനെ തൊഴിച്ചെറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പോകുന്ന ദൃശ്യം TV ചാനലുകാരെന്ന് കാണിച്ചു. സംപൂജ്യ സ്വാമിജി ഉദിച്ചൈതന്യജി അത് ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ആ കുട്ടിയോട് അദ്ദേഹം ഹിന്ദുമതത്തിന്റെ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹത്തോട് ആ കുട്ടി ചോദിച്ചത്രേ, അതിപ്പോഴാണോ പറയുന്നത്? എന്നെ കുട്ടിയായിരിക്കുമ്പോ ക്ഷേത്രത്തിൽ പോകാൻ അനുവദിച്ചിട്ടില്ല, എന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. നിന്റെ ഗണപതിക്ക് കൊമ്പുണ്ടോ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം ലജ്ജിച്ച് തലതാഴ്ത്തി വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ശിവന്റെ ലിംഗത്തെയല്ലേ നീ ആരാധിക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം എന്താണ് എന്റെ ശിവലിംഗത്തിന്റെ പൊരുളെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്കറിവില്ല. നിന്റെ കൃഷ്ണന് 16,008 ഭാര്യമാരില്ലേ എന്ന് ചോദിക്കുമ്പം എന്താണ് എന്റെ കൃഷ്ണന്റെ 16,008 ഭാര്യമാരുടെ തത്വം എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അതിലുപരി നിന്റെ രാമന് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, രാമനാണോ നിന്റെ ദേവൻ എന്ന് ചോദിക്കുമ്പം എന്റെ രാമന് എന്റെ രാമന്റെ ഭാര്യയെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞുവോ? എന്റെ രാമൻ ആരാണ്? എന്റെ രാമന്റെ യാത്രയിലെ രാമായണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ മക്കള്, നമ്മുടെ മക്കള് ഇതേപോലെ അധപതനത്തിന്റെ വക്കിലേക്ക് വീണ് കല്യാണം കഴിച്ചു പോയി ജീവിക്കുവാണെങ്കിൽ ജീവിക്കട്ടെ. മറിച്ച് ആയുസ് കാലത്ത് കുളിക്കാതെ നനയ്ക്കാതെ ഇങ്ങനെ രക്തം കൊതിയന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് പട്ടികൾ ഇറച്ചി കഷ്ണം കൊണ്ടുകൊടുക്കും പോലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കാക്കയ്ക്കും കഴുകനും വിട്ടുകൊടുക്കാതെ കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പൊന്നും കുഞ്ഞുങ്ങളെ ഇറച്ചി കഷ്ണം പോലെ വല്ലവന്റെയും കാമാർത്തി തീർക്കുവാനായിട്ട് സിറിയയിലേക്കും അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്കും കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കുമ്പം ഓർക്കുക, അവിടെ കിടന്ന അവർ അനുഭവിക്കുന്ന നരകയാതനയുടെ ഉത്തരവാദികൾ അവരല്ല, നമ്മളാണ് എന്നുള്ള കാര്യം ഓർക്കുക. പഠിപ്പിക്കുക, സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുക. ഇന്ന് ആസിഡ് ആക്രമണവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് സ്നേഹിക്കുന്ന ആളിനെ കിട്ടിയില്ലെങ്കിൽ മറ്റേയാളിനെ കൊന്നുകളയുന്ന തരത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ വരെ അധപ്പതിച്ചിരിക്കുന്നു. പണ്ട് ആണുങ്ങൾക്ക് മാത്രമായിരുന്നു ഈ കൊലപാതകത്തിന്റെയൊക്കെ മുഴുവൻ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾ ഓരോരുത്തരെയും കൊന്നു കളയുവാനായിട്ട് മടിയില്ലാത്തവരായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് കഴിഞ്ഞ ഒരു ദിവസം TV-യിൽ കണ്ടു, ഒരു കുട്ടി ഒരു വൃദ്ധമാതാവിനെ, ഒരു വൃദ്ധയായ സ്ത്രീയെ കുത്തിക്കൊന്നിട്ട് അവരുടെ മുകളിൽ നൃത്തം വയ്ക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങനെ പരത്തുന്ന ചിത്രം, സ്വന്തം കൂട്ടുകാരെ കൊല്ലാൻ മടിയില്ലാത്തവരുടെ ചിത്രം, സ്വന്തം കാമുകനെയോ കാമുകിയെയോ ഇല്ലാതാക്കുന്നവരുടെ ചിത്രം, സ്വന്തം ഭാര്യയെയും അച്ഛനെയും ഒക്കെ പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന യുവാക്കളുടെ ചിത്രം. ഇത്തരത്തിലുള്ള ആസുരിക പ്രവർത്തികൾ നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാ? ദൈവിക ശക്തി ഇല്ലാത്തത് കൊണ്ട്. ആ ദൈവിക ശക്തി എവിടെ നിന്നുണ്ടാകും? വീടുകളിൽ നിന്നുള്ള ആധ്യാത്മിക പഠനങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച് എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മനുഷ്യരാക്കി വളർത്തു നമ്മുടെ മക്കളെ എന്ന് മാത്രം. അതിനപ്പുറത്തെ രാഷ്ട്രീയം ഒന്നും നമുക്ക് വേണ്ട സഹോദരങ്ങളെ. എന്നാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണത്തിന്റെ പുറകെ പായുകയാണ് നമ്മളെല്ലാവരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഭിനവ കബന്ധന്മാർ. രാമായണത്തിലെ കബന്ധന്റെ പ്രത്യേകതയാണ് അതിന് ചെവിയില്ല, കണ്ണില്ല, ദീർഘങ്ങളായിട്ടുള്ള 2 കൈകളുണ്ട്. അതുകൊണ്ടത് ചുറ്റും വരുന്ന എല്ലാറ്റിനെയും തന്റെ കൈകളിലേക്ക് പിടിച്ചൊതുക്കി എടുത്തു കളയും. ആ കബന്ധന്മാരാ നമ്മള്. ആരുടെയൊക്കെയോ സ്വത്തുക്കൾ തട്ടിപ്പറിക്കുന്നു. നമ്മൾ പറയാണ് ഇന്നിവിടെ 1 ലക്ഷം രൂപയുടെ പൂജ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ലക്ഷം രൂപയുടെ പൂജ നടത്തും. നമ്മുടെ സഹോദരങ്ങളിൽ ഒന്നിനും മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഇരുന്നാൽ 1 രൂപ കൊടുത്ത് നമ്മൾ സഹായിക്കില്ല. ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന മാനവനെ കൈ പിടിച്ച് ഉയർത്തുന്നിടത്താണ് മാധവന്റെ സേവ. അവിടെ മാത്രമേ ഭഗവാൻ നിങ്ങളെ കാണുകയുള്ളൂ, അവിടെ മാത്രമേ ഭഗവാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയുള്ളൂ. എവിടെയാണോ അനുകമ്പ കാട്ടേണ്ടത് അവിടെ കാട്ടേണ്ടുന്ന അനുകമ്പയാണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. അങ്ങനെ ഈ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് അനുകമ്പ നിറച്ചു വിട്ടില്ല എങ്കിൽ നമ്മൾ അവസാനം ഈ പറയുന്ന പണിയെല്ലാം പെട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കും പോലെ നമ്മുടെ മക്കൾ വളർന്നു വലുതായിട്ട് അവരെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് നമുക്ക് ധാരാളം പൈസ അയച്ചു തരും. പൈസ അയച്ചു തന്നിട്ട് നമ്മുടെ നാട്ടുകാരെ എല്ലാം വെല്ലുന്ന തരത്തിലൊരു വീട് വെക്കും. വീട് വെച്ച് നമ്മൾ അതിനെ ആ പാലുകാച്ചിന്റെ പിറ്റേ ദിവസം നമ്മൾ ആ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം. ആ
ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാര്യമാണ്. ആ പാലുകാച്ച് നടത്തിയ വീട്ടിലെ ചേച്ചി ആ അടുപ്പിൽ ഒരു നാഴി എറിയിട്ട് കഞ്ഞി വെക്കില്ല, പകരം വെളിയിൽ വീട് വെക്കാൻ വേണ്ടി നമ്മളൊരു കുശിനി ഉണ്ടാക്കിയിരിക്കും. ആ കുശിനിയില് എന്നത്തെയും പോലെ ചോറ് വെക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ചേച്ചി ഇന്നലെ പാലുകാച്ച് നടത്തിയില്ലേ, എന്നിട്ട് എന്താ ഇന്ന് അവിടെ ചോറ് വെക്കാത്തത്? അപ്പൊ ചേച്ചി പറയും, അടുക്കള പുകഞ്ഞു പോകും. നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാ, 2 നില വീട്, അവിടെ നമ്മൾ ചോറ് വെക്കില്ല. എന്നിട്ട് ആ വെച്ച ചോറ് എടുത്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് നല്ല ഒന്നാന്തരം ഡൈനിങ് റൂം കാണും, അവിടെ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട ഡൈനിങ് ടേബിൾ കാണും. നമ്മൾ അതിലിരിക്കില്ല. നല്ല കണ്ണാടി പാത്രങ്ങൾ കാണും, അത് ഒന്നും എടുക്കില്ല. നമ്മൾ പഴയ വക്കുപൊട്ടിയ പാത്രമെടുത്ത് അല്പം ചോറിട്ട് ഒന്നുകിൽ ഉമ്മറത്ത് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കഴിക്കുമ്പോൾ ചോദിക്കും, എന്തേ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്? അപ്പൊ ഒരു ലഭ്യതയോടുകൂടി പറയും, നല്ല കാറ്റുണ്ട്. കാറ്റുണ്ടായിട്ടല്ല, സൂക്ഷിച്ചു വെക്കുക, നമ്മൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ടോ നല്ല ഒന്നാന്തരം പൂന്തോട്ടമുണ്ടാക്കി അതിൽ നിന്നൊരു പൂ പോലും പറിക്കാതെ നല്ല കൊട്ടാരം സൂക്ഷിപ്പുകാരിയായിട്ട് മാറും. ആ ചെറിയ വീട്ടിൽ നമ്മൾ ആ വീടിന്റെ ഉടമസ്ഥനാവും, പക്ഷെ ഈ വലിയ വീടിന്റെ സൂക്ഷിപ്പുകാരിയായിട്ട് മാറും. രാത്രിയില് പട്ടുമെത്തയില് കിടക്കില്ല, മക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ആഗ്രഹം അതായിരുന്നല്ലോ. ഒടുവില് ആ ചവിട്ടി കീറിയ പായുണ്ടല്ലോ, അതിൽ തന്നെ കിടന്നുറങ്ങി കൊട്ടാരം സൂക്ഷിപ്പുകാരിയായിട്ട് മാറി. നമ്മുടെ ആ കാർപോർച്ചിൽ നല്ല ഒന്നാന്തരം കാറ് കാണും, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നാട്ടുകാരെ നോക്കി നമുക്കൊരു ചിരിയുണ്ട്, ഞാനും ഇതൊക്കെ നേടി. ആ സമയത്തൊന്നും നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ഇതിന്റെ ഒക്കെ ആർത്തി അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തോന്നും, അപ്പോഴത്തേക്കും നമ്മുടെ മക്കൾ പോയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മദാമയൊക്കെ കെട്ടി 2, 3 പിള്ളേരും ഒക്കെ ആയിട്ടുണ്ടാകും. ഈ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ കണ്ടുപോലും കാണില്ല. അപ്പൊ ലാസ്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ചിന്തിക്കും, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മള് മക്കൾക്ക് ഫോൺ ചെയ്തിട്ട് പറയും, മോനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് വയ്യ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പൊ നമ്മുടെ മക്കൾ പറയും, തീരെ സമയമില്ല, ഇവിടെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം, അതേപോലെ ഓഫീസ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 50,000 ഒക്കെ കൊടുത്തൊരു ഹോം നേഴ്സിനെ അവർ ഏർപ്പാട് ചെയ്തു തരും. മക്കളുടെ സ്ഥാനം ഹോം നേഴ്സിന് ഒരിക്കലും വരില്ലല്ലോ. അപ്പൊ ആ ഹോം നേഴ്സ് നോക്കും. ഒടുവില് നമുക്ക് തീരെ വയ്യാണ്ടാകും, എനിക്ക് എന്റെ മക്കളെ ഒന്ന് കണ്ടാ മതി എന്നുള്ള ചിന്തയിലേക്ക് വരും. അങ്ങനെ ആകുമ്പം നമ്മളെ തീരെ ആവശ്യമാകുമ്പം ഹോം നേഴ്സിന് മക്കളുടെ ആവശ്യപ്രകാരം ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. തീരെ ചെറിയ ഹോസ്പിറ്റലിലൊന്നും നമ്മുടെ മക്കൾ കൊണ്ടുപോയില്ല, അത് ഉറപ്പു തരാം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ICUവിൽ ഇങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുടെ ഇടയിൽ നമ്മൾ അങ്ങനെ കിടക്കും. ഇങ്ങനെ പണ്ടൊരു ഫാദറിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്, അതിൽ അദ്ദേഹം പറയുന്നു, ആ ICUവിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ICU എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നല്ല അവിടുത്തെ അർത്ഥം. ICU, ഞാൻ നിന്നെ കാണുന്നു ഭഗവാനെ, ഞാൻ നിന്നെ കാണുന്നു. അപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഭഗവാനെ ചിന്തിക്കാൻ. ഈ മിഷ്യന്റെ എല്ലാം കൂടെ ഇടയ്ക്ക് കിടക്കുമ്പം, ഭഗവാനെ ഞാൻ നിന്നെ കാണുന്നു, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാ മതി എന്നങ്ങനെ ചിന്തിക്കും. ചിന്തിച്ചിട്ട് ഭഗവാൻ പറയും, എനിക്കിപ്പോ വരാൻ സമയമില്ല എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഈ ഇങ്ങനെ ഹോം നേഴ്സിന്റെ ഇങ്ങനെ അധീനതയിൽ നമ്മളിങ്ങനെ കഴിയുമ്പം നമ്മൾ അവശരാകും. ഒടുവിൽ ഡോക്ടർമാര് ഈ ഹോം നേഴ്സിനോട് പറയും, ആരെങ്കിലും ഒക്കെ കാണാനുണ്ടെങ്കിൽ വിളിച്ചോളൂ, കൂടി വന്നാൽ 5 ദിവസം. അപ്പൊ ഹോം നേഴ്സ് നമ്മുടെ മക്കളെ വിളിച്ച് വിവരം പറയും. വിവരം പറഞ്ഞിട്ട് പറയും, അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് 5 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും. ഇപ്പൊ നമ്മള് 4 മക്കളുണ്ടെങ്കിൽ 4 രാജ്യത്തുനിന്ന് പറന്നു വരും. എന്നിട്ട് അവര് ആ സമയത്തായിരിക്കും സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും കൂടെ കാണുന്നത്. പരസ്പരം കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. ഈ അകത്ത് കിടക്കുന്ന അച്ഛനോ അമ്മയോ ഒക്കെ കഷ്ടപ്പെട്ട് വളർത്തിയ വീരവാദങ്ങൾ പറഞ്ഞ് ചങ്കുപൊട്ടി കരയും. അവര് വന്ന് അമ്മ അവരെ കാണും, അല്ലെങ്കിൽ അച്ഛൻ കാണും. നമുക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ നമുക്കൊരു ഉണർവ് കൂടും. അപ്പൊ നമ്മുടെ ഈ ഒരു ഉത്സാഹം ഒന്ന് കൂടുമ്പം ഈ അസുഖത്തിനൊക്കെ ഒരല്പം കുറവ് സംഭവിക്കും. ഇപ്പൊ ഡോക്ടർ 5 ദിവസം എന്ന് പറഞ്ഞെന്ന് കരുതി മഹാനായ ആ ഡോക്ടർ സാക്ഷാൽ ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്, ഈ ഭൂമിയിൽ നിന്ന് നീ എത്ര ശ്വാസോച്ഛ്വാസം എടുക്കണമെന്നാ ഭഗവാന്റെ കണക്ക്. അത്രയും ശ്വാസോച്ഛ്വാസം എടുത്തു കഴിയുമ്പം ആ തീരുന്ന നിമിഷം അത് എവിടെയാണോ, ചിലപ്പോൾ തെരുവിലായിരിക്കും, ചിലപ്പോൾ ചന്തയിലായിരിക്കും, ചിലപ്പോൾ സ്കൂളിലായിരിക്കും, ചിലപ്പോൾ അടുക്കളപ്പണിയിലായിരിക്കും, ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും. എവിടെയായിരുന്നാലും ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം തീരുമ്പം അവിടെ വീഴും നമ്മൾ. മരണത്തിനൊരൊറ്റ വാക്കേ ഉള്ളൂ, ഡെക്കറേഷൻ ഒന്നുമില്ല. അത് വന്ന് പറയും, പോകാം. ഞാൻ ചേട്ടനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല, പോകാം എന്ന് പറഞ്ഞാൽ അപ്പ പൊക്കോണം എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞ 5 ദിവസമുണ്ടല്ലോ, ഈ മക്കളെ കണ്ട സന്തോഷത്തിന്
ഭഗവാൻ പറയുന്ന കണക്ക് വന്നില്ല എങ്കിൽ ആ 5 ദിവസം 6 ആകും, 7 ആകും, 8 ആകും, 9 ആകും, നമ്മുടെ മക്കൾക്ക് ആദിയാകും. അവരങ്ങനെ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ അങ്ങനെ പരവേശപ്പെട്ട് നടക്കുമ്പം നമ്മളിൽ ആരെങ്കിലും അടുത്ത് ചെന്ന് ചോദിക്കണം, അച്ഛന് വയ്യ അല്ലേ, മരിക്കാൻ കിടക്കുക അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതെ ഇന്ന് വന്നിട്ട് 10 ദിവസമാകുന്നു, 5 ദിവസം എന്ന് പറഞ്ഞ് വന്നതാണ്, ഇന്ന് 10 ആകുന്നു, 2-1 അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് പോകാമായിരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ 2-1? ഈ അകത്ത് കിടക്കുന്ന സാധനം ഒന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാ. ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമ്മൾ അവരെ മാനസികമായിട്ട് തയ്യാറെടുപ്പിച്ച് ചെറിയ നാളെ കൊണ്ടുവന്നു. കാരണം സ്നേഹം, ദയ, അനുകമ്പ, ഇത് അച്ഛൻ, അമ്മ, സഹോദരി എന്നുള്ള ചിന്ത മനസ്സിലേക്ക് നിറച്ചു കൊടുക്കാതെ പണം 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 എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അവർക്ക് എല്ലാറ്റിലും വലുത് പണമാണ്, സ്നേഹമാണ് എല്ലാറ്റിലും വലുതെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മക്കൾ ഭൂമിയുടെ ഏത് കോണിലായിരുന്നുവെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം ആദിശങ്കരനെ പോലെ നമ്മുടെ കാഴ്ചവട്ടിലെത്തും നമ്മുടെ മക്കൾ നമ്മുടെ ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ, ഇങ്ങനെയുള്ള മക്കൾ നമ്മുടെ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒടുവിൽ ഭഗവാൻ പറയുന്ന സമയമായി നമ്മൾ അങ്ങനെ പോകുമ്പം നമ്മുടെ ശവശരീരം ആഘോഷമായിട്ട് കൊണ്ടുവന്ന ചന്ദനമുട്ടിയിൽ ദഹിപ്പിക്കും നമ്മുടെ മക്കൾ. അതിനുശേഷം 5-ാമത്തെ ദിവസം നോക്കിയിരുന്ന് കിട്ടുന്ന അസ്ഥികഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് നാട്ടുകാരെ മുഴുവൻ കൂട്ടി ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ച് അവർ പോകും. എവിടേക്കാണെന്ന് ചോദിച്ചാൽ അവർ പറയും, അച്ഛൻ്റെ അസ്ഥി കളയാൻ പോവാ, നിമഞ്ജനം ചെയ്യാനെന്ന് പറയുന്ന വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല. അച്ഛന്റെ അസ്ഥി കളയാൻ പോവുക. ഈ കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഏതെങ്കിലും ഒരു പാപനാശിനിയുടെ തീരത്ത് ചെന്നെടുത്ത് ഒറ്റ ഏറും വെച്ച് കൊടുത്ത് അടുത്ത ഫ്ലൈറ്റിന് അവർ പറക്കും. സ്വപ്നം കണ്ട് താലോളിച്ച് നാട്ടുകാരെ വെല്ലുവിളിച്ച് നമ്മളുണ്ടാക്കിയ 2 നില വീടുണ്ടല്ലോ, ഭാർഗവി നിലയമായിട്ട് അധപ്പതിച്ച് ആർക്കും വേണ്ടാതെ ഒരിക്കലും തിരിച്ചു വരാത്ത മക്കളെ കാത്ത് അങ്ങനെ കിടക്കും പ്രേതാലയമായി. സംശയമുണ്ടെങ്കിൽ തിരുവല്ല ഭാഗത്തോട്ട് ചെന്ന് നോക്ക്. തിരുവല്ല കുമ്പനാട് ഭാഗത്തോട്ട് ചെന്ന് നോക്കാമെങ്കിൽ ഇഷ്ടംപോലെ ഭാർഗവി നിലയങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. സ്വന്തമായിട്ട് മോർച്ചറി വരെയുള്ളവയുണ്ട് അവിടെ. ആലോചിച്ചു നോക്കൂ, ഇതിനു വേണ്ടിയിട്ടാണോ മക്കളെ വളർത്തേണ്ടത്? ഈ പറയുന്ന കാപട്യത്തിൽ കൂടിയല്ലാതെ, രാഷ്ട്രീയക്കാരന്റെ പിടിയാളികളാക്കാതെ, ധർമ്മത്തിന്റെ പാതയിൽ ചലിക്കുന്ന നല്ല ഒന്നാന്തരം പൗരന്മാരായിട്ട് മക്കളെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവിന്റെ ആചാര്യന്മാർ ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ, ഇത്തരത്തിലുള്ള സപ്താഹ വേദികൾ, നവാഹ വേദികൾ, ഹിന്ദുമത സമ്മേളന വേദികൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി രാമായണത്തിന്റെ ഈരടികൾ മുഴങ്ങുന്ന വീടുകളായിട്ട്, സന്ധ്യാദീപം തെളിച്ച് രാമനും കൃഷ്ണനും ഗോവിന്ദനും ഒക്കെ വന്നു കയറുന്ന വീടുകളായിട്ട് നിങ്ങളുടെയൊക്കെ വീടുകൾ മാറട്ടെ. നിങ്ങളുടെ മക്കളെ ഒരു കാര്യം മാത്രം എന്നും പഠിപ്പിക്കുക. എന്താണെന്നറിയാമോ? രാമനാമത്തെ പോലെ തന്നെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്, അത് ചൊല്ലാൻ പറയണം മക്കളോട്. എന്താണെന്നറിയാമോ? മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മളെല്ലാവരും മക്കളോട് പറഞ്ഞു കൊടുക്കണം. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലരെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി. നേരവും എന്നെ കേട്ട എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നവകേരള സൃഷ്ടി നല്ലതാണ്, പക്ഷേ അത് ആഭാസത്തരവും ഈ പറയുന്ന അശ്ലീലവും കൊള്ളയും ക്ഷേത്ര മുതലുകൾ കൊള്ളയടിക്കപ്പെടുന്നതും ശിവലിംഗത്തെയും ശിവനെയും മറ്റു ഹൈന്ദവ ആചാര സമ്പ്രദായങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതുമായിട്ടുള്ള നവകേരള സൃഷ്ടി വേണമോ? നവോത്ഥാനം വേണമോ? ചിന്തിക്കൂ. നട്ടലുള്ള ഹിന്ദുവായിട്ട് പ്രതികരിക്കൂ. ഹൈന്ദവ സമാജത്തിന് നേരെ വരുന്ന ഓരോ വിരലുകളും ചുരുട്ടി മടക്കി ഒടിച്ച്
കളയത്തക്ക തരത്തിൽ നിങ്ങളുടെ മനസ്സ് പാകമാകട്ടെ. അതിനുവേണ്ടി സർവേശ്വരനെ മനസ്സിൽ കുടിയിരുത്തൂ. നന്മ വിളയട്ടെ. നിങ്ങളുടെ വീടുകളെല്ലാം ഐശ്വര്യ സമ്പൂർണമാകട്ടെ. നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകട്ടെ. അതുവഴി അവസാന നാളുകളില് നമ്മളുടെ മക്കളുടെ മടിയിൽ തലചായ്ച്ച് അവരുടെ തലോടലേറ്റ് വിഷ്ണുപാദം പോകുവാൻ നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐശ്വര്യ സമ്പൂർണമായ ഈ തിരുനടയില് എന്റെ സംസ്കാരത്തെ കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയുവാൻ അവസരം തന്ന തിരുമേനിയോടും മറ്റ് ക്ഷേത്ര ഭാരവാഹികളോടും ഒക്കെയുള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇത്ര നേരവും കേട്ട് സഹിച്ച എല്ലാവരോടും ഒരു കാര്യം മാത്രം, ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യയായി. എന്റെ വാക്കുകൾ ശ്രീ ഭഗവാന്റെ ചക്രപാണിയായ ശ്രീ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂജാമലരുകളായി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.